ഇന്ദ്ര, ചന്ദ്ര, ആ ചന്തു എവിടെയുണ്ടെങ്കിലും ഉടനെ അവനെ കണ്ടുപിടിച്ച് കൈയും കാലും കെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവാ. ഓ എന്തിനാടാ എന്നെ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? അച്ഛൻ സമാധാനം. ഇനി എന്തോന്ന് സമാധാനിക്കാനാടാ? നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവൻ എന്ന് ജനിച്ചോ അന്ന് നശിച്ചെന്റെ സമാധാനം. എന്റെ അമ്മ അന്നേ പറഞ്ഞതാ, എടാ മോനെ, നിന്റെ മൂന്നാമത്തെ സന്തതി എന്റെ അന്തകനാവൂന്ന്. ഇവളത് കേട്ടില്ല. എന്റെ അമ്മയോടുള്ള ദേഷ്യം തീർക്കാൻ എന്നെ കൂളായിട്ട് വശീകരിച്ച് ഇവനെ പ്രസവിച്ചു. ഇവൻ എന്ന് കണ്ണു തുറന്നോ അന്ന് കണ്ണടച്ചടാ എന്റെ അമ്മ. ഓ, അമ്മമ്മ മധുരപ്പതിനാറിലല്ലോ മരിച്ചത്. സെഞ്ചുറി കഴിഞ്ഞില്ല ഔട്ടായി. നീ മിണ്ടിപ്പോരുത്. ഓരോ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് എന്റെ അമ്മയ്ക്ക് പറയുന്നു. അയ്യോ, എന്തിനാ എപ്പോഴും നിങ്ങൾ അവനെ എങ്ങനെ ശകാരിക്കുന്നത്? എന്തിനാന്നോ? അവനിന്ന് എന്താ ചെയ്തതെന്നറിയോ? സർ, എന്റെ ഒരു ഫ്രണ്ടും ഒരു പെൺകുട്ടിയും അന്യോന്യം ഗാഠമായിട്ട് പ്രേമിക്കുകയാണ് സർ. പ്രേമിക്കുന്നത് തെറ്റാണോ സർ? അതൊരു പാപാണോ സർ? നോ, നെവർ. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു സർ. ബ്രദർ, ഈ 21st സെഞ്ചുറിയിൽ ഇറ്റ്സ് ക്വൈറ്റ് കോമൺ. എല്ലാരും പ്രേമിക്കണം. നീ പ്രേമിക്കണം, നീ പ്രേമിക്കണം, നീയും പ്രേമിക്കണം. ഞാൻ കുറെ കാലമായിട്ട് പ്രേമിക്കാണ് സാറേ. എന്നാൽ ഇതേ ഇവരെന്നെ പ്രേമിക്കുന്നില്ല. വാട്ട്സ് പ്രോബ്ലം? എന്റെ ഭർത്താവ് സമ്മതിക്കില്ല സർ. എങ്കിൽ നിന്റെ ഭർത്താവിനെ തന്നെ പ്രേമിച്ചോ. വാട്ട്സ് യുവർ പ്രോബ്ലം? അവര് രണ്ട് ജാതിയാണ് സർ. ഏയ്, അത് കള. ഈ ഹൈടെക് യുഗത്തിൽ ജാതിമത ഭേദമൊക്കെ എവിടെയാടോ? എന്റെ അമ്മമ്മോ, സാർ എന്തൊരു തത്വമാണ് ഈ പറയണത്. അന്നത്തെ കാലത്ത് മദർ തെരേസ ഇംഗ്ലീഷിൽ പറഞ്ഞാണ് സാർ മലയാളത്തിൽ കീച്ചത്. പക്ഷെ എന്ത് പറഞ്ഞാലും സാറിനുള്ള ഈ വിശാല ഹൃദയം അവളുടെ അച്ഛനില്ലല്ലോ. ഈ പ്രേമ വിവാഹത്തിന് തടസ്സമേ അവളുടെ അച്ഛൻ. അങ്ങനെയുള്ളവനെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയണം. സാർ, താങ്കളെ പോലെ ഡയറിംഗ് ഡാഷിംഗ് സിൻസിയർ പോലീസ് ഓഫീസർ ഈ ഡിപ്പാർട്ട്മെന്റിലില്ല സർ. ആ കൈ ഇങ്ങ് തരും സർ. എന്റെ ഫ്രണ്ടിന്റെ പ്രേമ വിവാഹം ഈ പൊന്നു കൈകൾ കൊണ്ട് തന്നെ നടത്തി തരണം സർ. യു ഡോണ്ട് വറി. നിന്നെ പോലുള്ള യുവതലമുറ ഈ രാജ്യത്തിന് ആവശ്യം. എന്നെ പോലുള്ള SI-മാർ ഈ സമൂഹത്തിന് ആവശ്യം. കണ്ണൂരിലെ നക്സലൈറ്റുകൾ എന്നല്ല, മുംബൈയിലെ മാഫിയ സംഘം വന്നാൽ ഈ കല്യാണം ഞാൻ നടത്തി തരും. എന്റെ സാന്നിധ്യത്തിൽ ഈ കല്യാണം ഞാൻ നടത്തും. വേറെ എവിടെയുമല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്റെ ഈ കൈകൾ കൊണ്ട് ഈ വിവാഹം ഞാൻ നടത്തും. പെട്ടെന്ന്. വെൽക്കം മൈ ഡിയർ യങ് മാൻ, വെൽക്കം. താങ്ക് യു സർ. ഇവരൊക്കെ ആരാ? മീഡിയ സർ. ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി, അമൃത, ഇന്ത്യ വിഷൻ എല്ലാവരും ഉണ്ട്. അയ്യോ, നീ സാധാരണക്കാരനല്ലല്ലോടോ. നെറ്റ്വർക്ക് നന്നായി ചെയ്യുന്നല്ലോ. എല്ലാം സാറിന്റെ ദയവ്. ആ, അത് പോട്ടെ.
ഇത് ഇവിടുത്തെ സബ് രജിസ്ട്രാർ, നമസ്തേ. പഞ്ചായത്ത് പ്രസിഡന്റ്, നമസ്തേ. ഇത് നമ്മുടെ സ്ഥലം MLA. സാറേ സാർ എന്നേക്കാൾ വളരെ അഡ്വാൻസ് ആണല്ലോ. താൻ എന്താ കരുതിയേ? പോലീസ് സ്റ്റേഷനിൽ കല്യാണം നടത്തുക എന്ന് വെച്ചാൽ FIR എഴുതുന്നതിനേക്കാളും സ്ട്രോങ് ആയിരിക്കണം. അതുപോട്ടെ, ആ പെണ്ണും ചെറുക്കനൊക്കെ എപ്പോഴാ വരുന്നേ? ദേണ്ടേ ആ വരുന്നതാണ് സാർ. നീ എന്തിനാ മോളെ തല കുനിച്ചു വരുന്നത്? ഇന്നിവിടെ ഒരു മാതൃകാ വിവാഹം നടക്കുകയാണ്. ഗർവോടെ, അന്തസ്സോടെ, ധൈര്യത്തോടെ. തല നിവർത്ത്. സാറ് പറഞ്ഞു കേട്ടില്ലേ, തല നിവർത്ത്. അതെ, നിനക്ക് ഞാനുണ്ട് മോളെ. എന്റെ സ്വന്തം മകളുടെ വിവാഹം നടത്തുന്നത് പോലെ ഞാനിത് നടത്തി തരാം. തല ഉയർത്തു മോളെ. ആ അങ്ങനെ. സ്വന്തം മോളെ പോലെയല്ല, സ്വന്തം മോള് തന്നെ സാറേ. ശാലിനി! അല്ല സാറേ, ഈ പെൺകുട്ടി നിങ്ങളുടെ മകളാണോ? അല്ല സാറേ, ഈ മാതൃകാ വിവാഹം നിങ്ങളുടെ മകൾക്കാണ് നടത്തുന്നതെന്ന് ആദ്യമേ പറഞ്ഞില്ലല്ലോ. അല്ല, അത് സാറിന് പിന്നെ പബ്ലിസിറ്റിയിലൊന്നും അത്ര താല്പര്യമില്ല അല്ലേ സാർ? സാറേ, നിങ്ങളെ പോലുള്ള ഒരാൾ മതി ഒരു സ്റ്റേഷനിൽ. കാക്കി വേഷത്തിനുള്ളിൽ കഠിന ഹൃദയർ മാത്രമല്ല, നല്ല മനസ്സുള്ളവരും ഉണ്ടെന്ന് അങ്ങ് തെളിയിച്ചു കഴിഞ്ഞു സാർ. താങ്ക് യു വെരി മച്ച്. എന്തായാലും മാതൃകാപരമായ ഒരു കാര്യം തന്നെയായത്. അങ്കിൾ അങ്കിളുടെ ഈ വിശാല ഹൃദയം കാണുമ്പോ എനിക്ക് കോൾമയിർ കൊള്ളുന്നു. നിനക്ക് കോൾമേർ കൊള്ളുമടാ. എന്റെ കൈ തരിക്കുന്നു. അതെ എസ് ഐ സാറേ, ഇനിയിപ്പോ എന്തിനാ വൈകിക്കുന്നത്? ചടങ്ങുകൾ നടക്കട്ടെ. അങ്ങനെ ആവട്ടെ. സാറൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് മാറിക്കടാ. സാറിന്റെ ഈ കൈകൾ കൊണ്ട് തന്നെ ഈ മാലകൾ കൊടുത്തട്ടെ കൊടുക്കണം സാർ. വാങ്ങിക്കടാ. ആരുടാ? അങ്കിൾ അക്ഷര ആശീർവദിക്കുന്നേ. ഇവൻ കല്യാണം കഴിപ്പിച്ചിട്ടങ്ങ് മുങ്ങി. ഞാനാണ് പോലീസുകാരുടെ തെറി മുഴുവൻ കേട്ടത്. നിനക്കും ആ ചന്തുവിനും എപ്പോ, എങ്ങനെ, എവിടെ വെച്ചാണ് പരിചയം? 25 വർഷം മുമ്പ് ഇവൻ എനിക്ക് ജനിച്ചു. അന്ന് തുടങ്ങിയ പരിചയവാ. പെൺകുട്ടികളെ കടത്താനും കള്ളക്കല്യാണം നടത്താനും നീയല്ല ട്രെയിനിങ് കൊടുത്തത്? അല്ല സാറേ, അവനൊരു വിവേകാനന്ദനാവണമെന്ന് വിചാരിച്ചാ വളർത്തിയത്. പക്ഷെ വീരപ്പനായിപ്പോയി. Shut up! നീ വളർത്തിയ വിധമാണ് അവരെ ക്രിമിനലാക്കിയതെന്ന് നിന്റെ ഈ ഗെറ്റപ്പ് കാണുമ്പോ മനസ്സിലാകുമടാ. ഇതെന്തു മീശയാടാ? ഇതെന്തു മീശയാന്നോ? മീശയ്ക്ക് എന്താ സാറേ? നീ എന്താടാ വീരപാണ്ഡി കട്ടബൊമ്മനാണെന്നാണോ വിചാരം? താഴ്ത്തടാ മീശ, താഴ്ത്തടാ. വീണ്ടും മുകളിലേക്ക് മീശ ചുരുട്ടി കയറ്റിയാൽ അയ്യോ ഇല്ല സാർ. നിന്നെ മുകളിലോട്ട് അയക്കും ഞാൻ. അമ്മണ്. ഈ മുണ്ടെന്താടാ ഇങ്ങനെ പൊക്കി കുത്തിയിരിക്കുന്നത്? ജെയ്സ് ബോണ്ടെന്നോ സെക്സ് ബോംബ് എന്നാണോ നിന്റെ വിചാരം? അഴിച്ചു കളഞ്ഞേ സാർ. താഴ്ത്തിയിട്ടാ മതി. താഴ്ത്തിറാ. ഇപ്പൊ നീ പറയണം, ആ ചന്തുവിനെ നീ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? ഞാൻ ഒളിപ്പിച്ചിട്ടില്ല സാർ. പോട്ടെ, അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറ. അതറിഞ്ഞ അവനെ പിടിച്ചു വലിച്ച് സാറിന്റെ കാൽ കീഴി കൊണ്ടിടാൻ സാർ. റാസ്കൽ, എന്റെ മോനായതുകൊണ്ട് ക്ഷമിച്ചതാ. വല്ല അനാഥ പെൺപിള്ളേരെ കൊല്ലും കൊല്ലും നിന്റെ ഞാൻ. ആരടാ അനാഥ പെണ്ണ്? അവൻ വിവാഹം കഴിപ്പിച്ചത് എന്റെ മോളെ. സാറിന്റെ മോളാ? ആ, എന്റെ മോളെ തന്നെയാ. പന്ന കഴിവേറി. 24 മണിക്കൂർ സമയം തരാം. അവൻ എവിടെയുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ കോൺസ്റ്റബിൾ, സർ, നമ്മുടെ സ്റ്റേഷനിൽ പീഡന കേസുകൾ എത്രയുണ്ട്? വിതുര, സൂര്യനെല്ലി, കിളിരൂർ സാർ. പിന്നെ കഴക്കൂട്ടം ശാന്തിയുടെ കഞ്ചാവ് കേസുണ്ട് സാർ. നെക്സ്റ്റ്. കോതമംഗലത്തെ ആ മർഡർ കേസുണ്ട് സാർ. കേട്ടല്ലോ, ഈ കേസുകളെല്ലാം നിന്റെ അവന്റെയും പേരിലാക്കും ഞാൻ. സാർ, ഞങ്ങളുടെ പാരമ്പര്യമുള്ളൊരു കുടുംബമാണ് സാർ. ആഹാ. കോൺസ്റ്റബിൾ, സാർ. ആ 70 വയസ്സായ അമ്മൂമ്മയെ റേപ്പ് ചെയ്ത കേസല്ലേ? അതുകൂടി ഇവരുടെ പേരിൽ ചാർജ് ചെയ്തേക്ക്. കുറച്ചുകൂടി ഗൗരവം കൊടുത്ത്. അവന്റെ തലയിൽ ഇടുത്തി വീഴും. നമ്മുടെ മോനൊരു നല്ല കാര്യം ചെയ്തതിന് നിങ്ങൾ എന്തിനാ വഴക്ക് പറയുന്നേ? രണ്ടും കൊടുത്തൂടായിരുന്നു അയാൾക്ക്. അയാളുടെ കാര്യം വിട്ടേരെ, നമുക്ക് അത് ഇവന്റെ കാര്യം നോക്കാം. ഇനി ഇവനോട് നിന്നാല് വലിയ വലിയ കേസുകൾ എന്റെ തലയിലാവും. ഒന്നെങ്കിൽ ഇവൻ പോണോ അല്ലേ ഞാൻ പോകും. ഈ പ്രായത്തിൽ നീ എവിടെ പോവാനാ? ഞാനെങ്ങും പോകുന്നില്ലടാ, നീ തന്നെ പോണം. അവന്മാർ അതൊക്കെ മറക്കുന്നവർ എവിടെങ്കിലും പോയി ഒളിച്ചു താമസിക്കേ. പോയി ലഗേജ് ഒക്കെ എടുത്തോളൂ. ഞാനെവിടെയും പോണില്ല. നീ പോയില്ലെങ്കിൽ ഞങ്ങളൊക്കെ കെട്ടി തൂങ്ങിച്ചാവും. മോനെ സൂക്ഷിക്കണേ. നീ പോകുന്ന പട്ടണത്തിലേക്കാ. അവിടെ ദാദായുസവും ഗുണ്ടായുസവും റൗഡിസവും ഒക്കെ ഉണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്നും കയറി ഇടപെടരുത്. അടങ്ങി ഒതുങ്ങി അതെല്ലാം എനിക്കറിയാം. ഞാനായിട്ട് അങ്ങോട്ട് പോവില്ല. ഇങ്ങോട്ട് വന്നാ ഞാൻ വിടൂ. കണ്ടോ, ഈ എടുത്തിയാട്ടമാണ് വേണ്ടാന്ന് പറഞ്ഞത്. നിന്നെ തൊഴാൻ ഞാൻ പറയുന്നത് കേൾക്കണം മോനെ. അച്ഛൻ പോണം. ശരി ശരി, ഓക്കേ, നീ ബൈ, പോയിട്ട് വാ ബൈ. ചന്തു. फिर से बोलो, ഒന്നുകൂടെ പറ. ഭൈരവൻ ചത്തുപോയി. फिर से बोलो, ഒന്നുകൂടെ പറ. ഭൈരവൻ ചത്തുപോയി. നമ്മുടെ പട്ടയനാണ് ഭൈരവനെ കൊന്നത്. എവിടെടാ അവന്റെ ശവം? അവന്റെ ശവം എനിക്ക് ഉടനെ കാണണം. വാ.
ഭയ്യ ഭയ്യ ഭൈരവന്റെ ശവം കാണ്. എനിക്ക് മരണമേ ഇല്ലെന്ന് പറഞ്ഞവനാ ആ തെണ്ടി ഇതാ തെരുവ് പൊട്ടിയെ പോലെ ചത്ത അനാഥ ശവമായി കിടക്കുന്നു. നോക്കടാ, ഇതാ, നോക്കിയെടാ. കാണടാ, കാണ്. ഹ്. ഈ നാട്ടിൽ ആദ്യം ആയുധം എടുത്തവൻ ഞാനാ, ദാദാഗിരി കാണിച്ചവൻ ഞാനാ, ഈ നാടിനെ കിടുകിട വിറപ്പിച്ചതും ഈ മസ്താനാ. അങ്ങനെയുള്ള ഈ മസ്താനെ കൊല്ലാൻ നീ പ്ലാനിട്ടല്ലടാ. ഏത് നാട്ടിലായാലും ഒരു രാജാവ് മതി. ഈ നാട്ടിൽ ഈ മസ്താനാണ് രാജാവ്. ഭൈരവൻ മർ ഗയാ. ഹാ, മസ്താൻ രാജാവ് ബൻ ഗയാ, മസ്താൻ ബാദുഷാ ബൻ ഗയാ, ബാദുഷാ ബൻ ഗയാ. ഈ മസ്താന്റെ പേര് കേട്ടാൽ ജീവിച്ചിരിക്കുന്നവർ വാ മൂടണം, ശവങ്ങൾ ശവങ്ങൾ വാ തുറക്കണം. ഭൈരവനടാ ഇത്, ഭൈരവൻ, ഭൈരവൻ. ഈ ഭൈരവൻ ശവമായി വന്നാലും 10 അടി ദൂരെ നിന്ന് ഭയത്തോടെ വേണം നോക്കാൻ. നീ ഒരടി മുന്നോട്ട് വെച്ചാൽ ഭസ്മമായി പോകും. നീ അയച്ച നാറി ശിങ്കിടിയെ പോലെ. ഏടാ, ആയുധമെടുക്കുന്നവനെല്ലാം റൗഡി എന്നാണ് നിന്റെയൊക്കെ വിചാരം? ആയുധം എടുത്താ പോരാടാ, അത് പ്രയോഗിക്കാനും. പേടി 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 പേടി. ഈ പേടിയാണ് എനിക്ക് ആവശ്യം. പേടിയാണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഭൈരവനെ കണ്ടാൽ മനുഷ്യര് മാത്രമല്ല, ആ ദൈവം തമ്പുരാൻ പോലും പേടിക്കണം. അതുകൊണ്ടാണോ ശവമഞ്ചത്തിൽ കിടന്ന് നീ എന്റെ ഏരിയയിലേക്ക് വന്നത്? ഏയ്, നിന്റെ എത്ര പേടിത്തൊണ്ടൻ ഈ നാട്ടിലെന്നല്ല ഈ ദുനിയാവിലെ ഇല്ലടാ. പേടിത്തൊണ്ടൻ ആരാണെന്ന് ഇവിടെ ഇപ്പൊ തന്നെ തെളിയിക്കാമടാ. നീയോ അതോ ഞാനോ? റെഡിയാ? റെഡി. നീ തലപൊക്കിയാൽ കഴുത്തു വെട്ടും, കത്തിയെടുത്താൽ കൈകൾ വെട്ടും. നിന്നോട് ഗുസ്തിക്ക് ഞാനില്ല. നമുക്ക് 2 പേർക്കും ചേർന്ന് സിമ്പിൾ ആയിട്ട് ഒരു പുതിയ ഗെയിം കളിക്കാം. നിനക്കും എനിക്കും ഇടയിൽ ഒരു ഡെത്ത് ഗെയിം. ശരിക്കുള്ള നിന്റെ മരണം കാണാനായി ഏത് ഗെയിമും കളിക്കാം. വാ. ഇതിലൊരു ബുള്ളറ്റ് ഇല്ല. ബാക്കി 5 ബുള്ളറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടാൽ കൊള്ളുന്നയാൾ ഔട്ട്. ആദ്യത്തെ ചാൻസ് നിനക്ക് തന്നെ തരാം. ഇനി എന്റെ ഊഴം. ഇനി നോക്കാം. ഇതിലിനി ഒറ്റ ബുള്ളറ്റല്ലേ ഉള്ളൂ. ബാക്കി 4 അടിച്ചു കളഞ്ഞു. ഇനി ഞാൻ ഒരു ചാൻസ് നോക്കാം. അതിലറിയാം നീ ജീവിക്കണോ മരിക്കണോ എന്നുള്ളത്. ഏത് സ്പോർട്ടിലായാലും ഏത് ഗെയിമിലായാലും ഈ ഭൈരവന് തന്നെയാണോ വിജയം. എടുക്കണം 5 കൊട്ടരം. മസ്താനോടൊന്ന് പിടിയടാ. ഞാൻ ഈ നാട്ടിൽ പുതിയതാ. ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടി വന്നതാ. ഇവനെ എനിക്ക് പരിചയമില്ല. നിങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് നടക്കട്ടെ. വരട്ടെ.
പോണേ വിഘ്നേശ്വര. അച്ഛാ അച്ഛന്റെ പൊന്നുമോള്. പുണ്യം ചെയ്ത് കിട്ടിയ എനിക്കൊരു ഭർത്താവ്, നേർച്ചകൾ നേർന്ന് കിട്ടിയ എനിക്കൊരു ചെറുമകൻ. അങ്ങേര് കിടന്ന് നിറയിക്കുന്നത് കണ്ടെങ്കിൽ നിർത്തിക്കൂടെ ഈ മഹാപാപങ്ങള്? ഓ മുത്തശ്ശി തുടങ്ങിയല്ലോ നാശം. അല്ല പിന്നെ ജീവനോടെ കിടന്ന് വലിക്കുന്ന വലി കണ്ടില്ലേ? കിടക്കയിലും മലം കട്ടിലും മൂത്രം ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളൊക്കെ അനുഭവിക്കുന്ന നീയും കാണുന്നില്ലേ? ഈ ദോഷങ്ങളൊക്കെ ഇനി ഈ കുടുംബത്തിൽ ആരൊക്കെ അനുഭവിക്കാൻ പോകുന്നോ എന്തോ. മുത്തശ്ശി ഒന്ന് നിർത്താമോ ഈ പ്രാക്ക്? എന്താ മുത്തശ്ശ, മരുന്നൊക്കെ കഴിച്ചില്ലേ? എന്തു മരുന്ന് കഴിച്ചിട്ട് എന്താടാ പ്രയോജനം? കണ്ണ് കാണാത്ത എരുമ, കാലില്ലാത്ത കുതിര ഓടാൻ പറഞ്ഞ ഓടോ? ചെറുപ്പകാലത്തെ നിന്നെക്കാളും കുറെ അട്ടഹസിച്ച് മതിച്ച് നടന്നതാണേ. സോഡാക്കുപ്പി ഏറ്, കത്തിക്ക് കുത്ത്, എതിരെ വരുന്നവരുടെ തല വെട്ടി അരിയല്. ആ പാപങ്ങൾക്കുള്ള തിരിച്ചടിയായിരിക്കും എന്റെ മോനെയും മരുമകളെയും ദൈവം നേരത്തെ വിളിച്ചത്. കിടന്ന് അനുഭവിക്കാ ശാപങ്ങളെല്ലാം. അയ്യോ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് തന്നെയാ മുത്തശ്ശന്റെ ശാപം. എന്താ മുത്തശ്ശ, എന്താ വേണ്ടേ? ശ്വാസം മുട്ടുന്നെന്ന് തോന്നുന്നേ, ശബ്ദം അടഞ്ഞ പോലെ ഉണ്ട്. എന്താണ് മുത്തശ്ശ, ശ്വാസം മുട്ടുന്നോ? ഡോക്ടർ വിളിക്കണോ? എന്താടി പറയുന്നേ? എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് മാറിക്കേ. എന്താണ്? ആ? യമദൂതനെ കാണുന്നുണ്ടോ? പോകാറായോ? പോവാ, വായിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കടാ. അച്ഛാ അച്ഛാ, ഇന്നലെ ടിവിയിൽ സിനിമ കണ്ടില്ലേ? അതിലെ ശ്രേയെ ചോദിക്കാണ്. എന്റെ ഗുരുവായൂരപ്പ, അടിമുടി മരുവിച്ചല്ലോ ഗോപാലേട്ടാ. ആഞ്ഞു വലിക്കടി ഗോപതി പെണ്ണിന് പറഞ്ഞ മാതിരിയായി. ഈ കിടപ്പലയാൾക്ക് ശ്രേയെ കാണുന്നു. അയ്യോ മുത്തശ്ശി, തൃശയും അല്ല ശ്രേയും അല്ല, മഴ പെയ്യുന്നു പറയുക. അങ്ങനെയല്ലേ മുത്തശ്ശി? കിഴവന് മഴയും കഴിയുന്നല്ല, സൂക്കേട് വേറെ. മഹേശ്വരി, മഴ പെയ്യാൻ തുടങ്ങുന്നു. ടെറസിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന തുണിയൊക്കെ എടുക്ക. വരണ വരവ് കണ്ട. അത് സ്റ്റൈല് വേറെ. സൈക്കിൾ സവാരിക്ക് എന്തിന് ഹെൽമെറ്റ് അളിയാ? ബൈക്ക് ആണെങ്കിലും ബൈസിക്കിൾ ആണെങ്കിലും ആക്സിഡന്റ് ഒന്നുമില്ലടേ. ഇത് ഹൈടെക് ബുദ്ധി, സേഫ്റ്റി. ബ്രെയിൻ അളിയാ. അതൊക്കെ വിടടേ, വല്ല കളറുകൾ വല്ലാണ്ടാ നോക്ക്, പഞ്ചാര അടിക്കാം. അതാളിയാ നല്ലൊരു ഹോംലി ഫിഗർ വരുന്നുണ്ട്. രംഗീല, ഇവിടെ വാ, ഇങ്ങോട്ട് വരി. അപ്പന്റെ പേരെന്തര്? ഏയ്, നിന്റെ അടുത്താണ് എന്റെ അളിയൻ പേര് ചോദിച്ചത്. പറയടി. ശ്രീഗിരി വാസന്ത സുഗുണ സുന്ദരി ഭവാനി സുവർണ വിജയ പ്രമിള. ആഹാ, പേര് വലുതാണെങ്കിലും എല്ലാരും എന്നെ സിമ്പിളായി ചിമ്പൂന്നാ വിളിക്കാറ്. എന്റെ അമ്മച്ചി, പേര് കേട്ടപ്പോ തന്നെ ബോധങ്ങൾ പോയി. ആ ബുക്കളും കയറി ദാ. ഇതെന്തരപ്പി? കാക്കത്തൂവൽ. എന്തരിതുപോലെ? കാക്കയുടെ. എന്തരത്, കുറുക്കളെറിയാനാ? അല്ല ചേട്ടാ, ദൃഷ്ടിപ്പെടാതിരിക്കുവാനാ. ഇതുപോലെ കാക്കള ചെറകളും പൂച്ചളോ പാലുകളും കോളേ വരല് പറഞ്ഞേട്ടാ. ആ പാത്രങ്ങളേറെ എന്തിനു നോക്കട്ടെ. ഇതെന്തരപ്പി? അച്ചപ്പം, മുറുക്ക്, അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇതെന്തരനെ ഉച്ചക്ക് തിന്നാനാ? അല്ല ചേട്ടാ, അത് ടച്ചിങ്ങിനാ. തണ്ണി എവിടെ? തരി നോക്കട്ടെ. തണ്ണിയെന്ന് ഞാൻ ചോദിച്ചത് പച്ചവെള്ളത്തിനാ. ഇതിനകത്തൊരു ബാറുകൾ തന്നെ ഉണ്ടല്ലോ. അയ്യോ ചേട്ടാ, അത് ശുദ്ധമായ വെള്ളം തന്നെ. അതിന്റെ കൂടെ ഒരു കോട്ട റമ്മ ഒഴിച്ചിട്ടുണ്ട്. റമ്മൊഴിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇതിൽ പാതിയല്ലേ ഉള്ളൂ വെച്ചേ? ബാക്കി പാതി ഞാൻ രാവിലെ കുടിച്ചടാ. എന്റെ പൊന്ന് ഗുരുവായൂരമ്മോ. ആ നമ്പർ അടിച്ചില്ലെങ്കിൽ രാവിലെ ഒരു റാങ്കിങ് നടന്നേനെ. അവന്മാര് ചമ്മി കേട്ടോ. യവൻ ആരുടെ? സിൽവർ സ്റ്റാലിനാ? യവൻ പഠിക്കാൻ പറഞ്ഞതാ പാഠങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞതാ? അവന്റെ ബോഡി വലുതാണെങ്കിലും ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നില്ല. അവനെ പോലെ ബോഡി ഉള്ളവർക്ക് ബ്രെയിൻ കാണില്ലളിയാ. നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ ഈ ബ്രെയിൻ്റെ അത്രയ്ക്കുള്ള ബോഡി ഇല്ലല്ലോ. സ്വന്തമായിട്ട് പഠിച്ചു വെച്ചിട്ടില്ല. ഇതുപോലെ ബ്രെയിൻ കുറഞ്ഞു പറയാൻ റാഗിയാ എളുപ്പം. വാ, എന്നാണോ നിന്നെ വാ. എന്താ പതങ്ങണ? ഓടാ, ഓടി വാപ്പി.
അപ്പൊ നീ കോളേജിൽ പുതിയാണല്ലേ? എന്റെ ദൈവമേ, ഇവൻ ഇത്രയും പൊക്കം എന്റെ തന്തയ്ക്ക് എത്ര പൊക്കം കാണും. ആഹാ. അപ്പൊ നീ കോളേജിൽ പുതിയതായിട്ട് ചേരാൻ വന്നാണല്ലേ? അതെ ചേട്ടാ, ന്യൂ കമറാ. ആഹാ. അളിയാ പൂവും കൊണ്ട്, ഈ പൂവും കൊണ്ട് അവിടെ പെമ്പിള്ളാളിരിക്കണില്ലേ? അതിലെ ചെവല ഡ്രസ് ഇട്ട പെണ്ണില്ലേ, ഇടത്ത് വാക്കിന് കണ്ടില്ലേ? ആ പെണ്ണിന്റെ തലയിൽ ഇപ്പോൾ ഉണ്ട് വെച്ചിട്ട് വരി. അയ്യോ, അത് ശരിയല്ല ചേട്ടാ. അത് വെച്ചിട്ട് വരുമ്പോ ശരിയുള്ളാവും. പോയി പേടിയാവുന്ന ചേട്ടാ. പറഞ്ഞാക്കല്ല കുമ്പിളിലേക്കും ഈ ബുക്കൊന്ന് പിടിക്കും. പിടിച്ചോളിയാ. ആ പോട്ടെ. എന്താ തിരിച്ചു വന്നാ? അത് വേണോ ചേട്ടാ? വേണോടാ. അല്ല, അത് വേണോ? ഇടിച്ചിട്ട് ഓടാ. ഇത് ഇന്നലെ നമ്മൾ കണ്ട സിനിമയിലെ സീൻ പോലെ ഉണ്ടല്ലോടി. അത് കണ്ടാളിയാ, ആ പന്നപ്പായ ഭൈരവന്റെ അനിയത്തിന്റെ തലയിൽ തന്നെ പൂളുണ്ടോ? പോയാ പോട്ടടിയാ, അവന്റെ തടി അവൻ നോക്കിക്കോളും. പ്രശ്നം വന്നാ നമ്മളെ തലകളുള്ളൂ. വെരി ബാഡ് ഗേൾസ്. എന്നെ പോലെ സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടാ മതി, പൂ വീശി വിസിലടിക്കും, ട്രാപ്പ് ചെയ്യും, വെറുതെ വട്ടുപിടിപ്പിക്കും. ഐ ഹേറ്റ് ഗേൾസ്, ഐ ഹേറ്റ് ലവേഴ്സ്. യു ക്യാൻ ചീറ്റ് മീ, ഓക്കേ? അളിയാ, നിന്റെ പൂ നിന്റെ ചെവി തന്നെ വന്നളിയാ. Silence! My name is Chandu. I'm your new professor for geology. നീ കാതിൽ പൂ വെച്ചത് പ്രൊഫസർ കന്നളിയാ. So, first of all, we are going to discuss our chapter so far covered. Shall I ask question in that? Say yes or no. Yes, sir. That is good. Let's go ahead. Hey, mister. Get up. What's your name? വേണു സാർ. Okay, Mr. Venu. What are the properties of the... ഇംഗ്ലീഷുകൾ വേണ്ട, മലയാളങ്ങളിൽ ചോദിക്കും സാർ. ഇംഗ്ലീഷ് അറിയില്ലേ? അറിഞ്ഞൂടാ സാർ. എന്തുകൊണ്ട് അറിയില്ല? പഠിച്ചിട്ടില്ല. എന്താ പഠിക്കാതെ? 100-200 വർഷങ്ങൾ നമ്മളെ അടിമകളായിട്ട് ഭരിച്ചിരുന്ന ഇംഗ്ലീഷുകാരന്മാരോട് എനിക്ക് പകയാണ് സാർ. ഐ ഹേറ്റ് ഇംഗ്ലീഷ്. താനിപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിലാണോ? യെസ് സാർ. Cool, cool. താങ്ക് യു സാർ. Hey, you get up. Get up, I say. Come on, tell me, what are the chapters you covered so far? Sir, What's your problem? Sir. Are you a nagging man? Idiot. നീയൊക്കെ എന്തിനാ കോളേജ് വരുന്നേ? ഷോ കാണിക്കാനോ, പെമ്പിള്ളേരെ റാഗ് ചെയ്യാനോ, അത് കാണുന്നവനൊക്കെ ദേഹത്ത് ഇടിക്കാനോ? പറടാ. എക്സ്ക്യൂസ് മീ പ്ലീസ്. സോറി, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഗോ ഗോ. എന്ത് വേഷോടാ അത്? ഈ വേഷത്തിലാണോ നീയൊക്കെ കോളേജിലേക്ക് വരുന്നത്? ഇതെന്ത് മുടിയാടാ ഇത്? മുടിയോട്ട കാശില്ല നിനക്ക്? കാതിലൊരു കമ്മല്, പെമ്പിള്ളേരെ പോലെ. ബുക്കട്. നീ സിഗരറ്റ് വലിക്കില്ലേ? കള്ളു കുടിക്കില്ലേ? ഇഡിയറ്റ്. നീയൊക്കെ എന്തിനാ കോളേജിലേക്ക് വരുന്നത്? മറ്റുള്ള പിള്ളേരെ കൂടെ മെനക്കെടുത്ത് വേറെ എവിടെയും പോയി തൊലഞ്ഞിടോ നിനക്ക്? സോ വാട്ട്? ഞാൻ ഈ ക്ലാസ്സിലെ ജിയോളജി പ്രൊഫസറാണ് കുട്ടി. Welcome, sir. Come on, students. Say good morning to the professor. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ലാലേട്ടൻ ചുമ്മാ. ആ പറയടോ, എന്താ പ്രശ്നം? സാർ, അത്രയും വലിയ സെന്ററിൽ പട്ടപ്പകല് മസ്താമ്പയുടെ അനുജനെ പബ്ലിക്കായിട്ട്... ഏയ്, അങ്ങനെ രഹസ്യമായിട്ട് കൊല്ലേണ്ട കാര്യമൊന്നും എനിക്കില്ല. പബ്ലിക്കായിട്ട് തന്നെ ഞാൻ കൊല്ലും. അത് കാണുന്ന എല്ലാ തെണ്ടികളും എന്നെ പേടിക്കണം. പേടിയാണ് സാറേ എന്റെ ഇൻവെസ്റ്റ്മെന്റ്. സാർ, നിങ്ങളെ പേടിക്കാത്ത ആളുകളുണ്ട് സാർ. ഡയറക്റ്റ് ആയിട്ട് ഒരു പയ്യൻ കൊണ്ടുവന്ന് കംപ്ലൈന്റ് തന്നിരിക്കും. എന്റെ പേരിൽ കംപ്ലൈന്റ് തന്നോ? അതെ സാർ, അതെ സാർ. ആർട്സ് കോളേജില് പുതിയതായിട്ട് ജോയിൻ ചെയ്ത പയ്യനെ. ആർട്സ് കോളേജിൽ ജോയിൻ ചെയ്യാൻ വന്നവനോ? ആരടവൻ? ആരെന്ന് എനിക്കറിയാണ്ണ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.
അണ്ണാ ആ ശരി. ഡേയ്, കംപ്ലൈന്റ് കൊടുത്ത ഇവനല്ലേ വേറെ ആളാ? അവനെ എണ്ണം പൊക്കി ഇവനെ അങ്ങ് വിട്ടേരെ. ഹലോ, വന്നു, ചതച്ചു, മിണ്ടാതങ്ങ് പോണു. നിങ്ങൾ അന്വേഷിച്ച ആള് ഞാനല്ലെന്ന് മനസ്സിലായല്ലോ. ജസ്റ്റ് ഒരു സോറി പറഞ്ഞിട്ട് പോ. സോറിയോ? ഞങ്ങളോ? രംഗൻ, രംഗൻ നിനക്ക് സോറി പറയണോടാ. ഓ, ഞങ്ങളാരെന്ന് അറിയോ നിനക്ക്? ഏയ്, വിടറാ. ഇനി രണ്ടു കൊടുത്തവൻ ചത്തു, വിട്ടേരെ. മര്യാദയാണെങ്കിൽ മര്യാദയ്ക്കും, മര്യാദ കേട്ട തല കൊയ്യും. സൂക്ഷിച്ചോ, അവന് സോറി പറയാം. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. വാടിയും കൂടെ. ഞാനെന്താ താൻ കിട്ടിയ ഭാര്യയാണോ വിളിക്കുന്നിടത്തൊക്കെ വരാൻ? എനിക്കിപ്പോ സൗകര്യമില്ല. വെറുതെ ജാട കാണിക്കാതെടി. ഇതെന്താ ഇത് പട്ടി പോലെ കടിക്കുന്നത്? തന്റെ മുരട്ട സ്വഭാവം എന്നോട് വേണ്ട. നിന്നെ ചവയ്ക്കാതെ വിഴുങ്ങിയാ വേണ്ടത്. അടുപ്പിൽ ഇറച്ചി കിടന്ന് വേവുക. അതൊക്കെ കഴിക്കാൻ ഇനി സമയമുണ്ടല്ലോ. മിണ്ടാതെ വാടി. ഇതെന്താ രംഗ? എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലി ഉള്ളതാ. ഇതാണ് എന്നെ വിടന്നേ. അയ്യോ, എന്റെ അമ്മ എന്റെ നാട് ഓടിച്ചു. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. മര്യാദക്ക് കിടക്കടിയോടെ. ചേട്ടോ, ഞാനാണ് ചേട്ടാ. ഇവിടെ നിന്ന് നീ വന്നു. നിന്നെ കൊണ്ട് സോറി പറയിപ്പിക്കണമല്ലോ. ചേച്ചി ഒന്ന് മാറിയേ, എനിക്ക് ഇവനോട് അല്പം സംസാരിക്കാനുണ്ട്. നിന്നെ ഇന്ന് ഞാൻ ഞാനേ ഒരു ടൈപ്പ്. എന്നെ കോളേജിൽ കുട്ടികളുടെ മുമ്പിലിട്ട് ചതച്ചില്ലേ? ഞാൻ നിന്നെ തിരിച്ചു വല്ലതും ചെയ്തോ? ഇല്ലല്ലോ. ജസ്റ്റ് ഒരു സോറി പറയാനല്ലേ പറഞ്ഞല്ലോ. ശരിയല്ലേ? സോറി. കോളേജിൽ പബ്ലിക്കായിട്ട് 10 പേരുടെ മുന്നിൽ വെച്ചല്ലേ നീ തല്ലിയത്? അതേ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് നീ സോറി പറയാം. മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെ ഞാൻ നിന്നോട് മാപ്പ് പറയണോ? നിന്നെ ഇവിടെ ഇട്ട് കൊന്ന് ഈ കോളേജ് കോമ്പൗണ്ടിൽ തന്നെ കുറിച്ചിടും. പറയടാ, പറ. ഞാൻ നിന്നോട് മാപ്പ് പറയണോ? സോറി പറയടാ. സോറി. ഉറക്ക സോറി. എന്ത് പരിപാടികളെ നീ കാണിച്ചത്? എന്തുമാതിരി ഇടിയുടെ അവനെ ഇടിച്ചത്? ആരാണെന്നറിയോ നിനക്ക്? ആരാ? സ്ഥലം എം.എൽ.എ? അതിനേക്കാൾ പവർഫുൾ അല്ലേ? രംഗെന്ന് വെച്ചാൽ ചോരകൾ കുടിക്കണ ഗുണ്ടയാ. അവനെന്താ ചായയും കാപ്പിയും ഒന്നും കുടിക്കില്ല? നിനക്ക് അവരുടെ ചരിത്രങ്ങൾ അറിഞ്ഞൂടാത്തോണ്ട് പറയണം. അവൻ ഭൈരവന്റെ ആളാ. ഭൈരവൻ എന്ന് വെച്ചാൽ ടൗണിൽ മാത്രമല്ല ജില്ല മുഴുവൻ ഞെട്ടും മൂത്രങ്ങൾ ഒഴിക്കും. എങ്കിൽ തല്ലുകൊള്ളണ്ടവൻ തന്നെ. ആരാണവൻ? നീയൊക്കെ എന്റെ ആൾക്കാരാണെന്ന് അറിഞ്ഞിരുന്നിട്ട് കൂടി നിന്റെയൊക്കെ ദേഹത്തെ കൈവച്ചെങ്കിൽ അവനെ തട്ടണം. കൈയും കാലും വെട്ടി എന്റെ മുമ്പിൽ കൊണ്ടിറാ. പോ. ഇവനാണെന്നാ? ചേച്ചി ചേച്ചി വന്നേ. ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ നമ്മുടെ ആൾക്കാരെ അടിച്ചെന്ന്? അത് ഇയാളാ. ഇവനത് എന്തൊരു ധൈര്യ! സിംഹക്കോട്ടിലേക്കല്ലേ നടന്നു വരുന്നേ?
വാക്കും കയ്യിലെ ആയുധവും ഒരിക്കലും സ്ലിപ്പ് ആവരുത്. വാക്ക് പോയ വില പോവും, ആയുധം പോയ ജീവിതം തന്നെ പോവും. നമസ്കാരം ചേട്ടാ. ചേട്ടാ, ചേട്ടനെ പോലെ ഒരു ഫേമസ് പേഴ്സണാലിറ്റിയെ കാണാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം. വെറുതെ പറഞ്ഞതല്ല, അമ്മയാണ് സത്യം. ചേട്ടന്റെ പ്രശസ്തി ഈ നാട്ടിൽ മാത്രമല്ല, അങ്ങ് ദൂരം ഞങ്ങളുടെ നാട്ടിലുണ്ട് ചേട്ടാ. ഏയ്, നിന്റെ കഥ എന്താ പറ? അതെ ചേട്ടാ, ഞാൻ ഇവിടുത്തെ കോളേജിൽ പുതിയതായിട്ട് പഠിക്കാൻ വന്ന. എന്റെ വീട് മരുതൻകുഴിയാ, അങ്ങ് തിരുവനന്തപുരത്തെ. അങ്ങനെ പറ. മരുതൻകുടിയിലെ ചെക്കനാണല്ലേ? ഞങ്ങൾ അതിനടുത്ത് കാഞ്ഞിരം പറയുള്ളതാ. അതെയോ അമ്മമ്മേ? ആ, മരുതൻകുടി ചെക്കനാണെങ്കിൽ അതിന്റെ മിടുക്ക് കാണിക്കുക തന്നെ വേണം. വെറും മിടുക്കാണോ കാര്യമുള്ള മിടുക്കാണോ? ഞാനിപ്പോ പഴയ പോലത്തെ മിടുക്കൊന്നും കാണിക്കാറില്ല അമ്മമ്മേ. ഇതിന് മുമ്പൊക്കെ ആയിരുന്നു. ചേട്ടാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരെല്ലാവരും കൂടെ കോളേജിൽ വന്നു, എന്നെ തല്ലി ചതച്ചു. ഞാൻ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. തല്ലേണ്ട ആള് ഞാനല്ലാന്ന് കണ്ടപ്പോ ഇവരെന്നെ ഇട്ടു പോയി. എന്നിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു സോറി പറയാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ദാണ്ട ഇവന്മാര് വീണ്ടും തല്ലി ചതച്ചു. ഞാനൊരു മനുഷ്യനല്ലേ ഏട്ടാ, ഞാനും തിരിച്ചടിച്ചു. അപ്പോഴെങ്കിലും ഇവന്മാര് പറയണ്ടേ ചേട്ടന്റെ ആൾക്കാരാന്ന്? പറഞ്ഞില്ല. അതെങ്ങനെ പറയാനാ? അഹങ്കാരം പിടിച്ചവന്മാരല്ലേ? സത്യമായിട്ടും ചേട്ടാ, ചേട്ടന്റെ ആൾക്കാരാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ സോറി പറയാൻ പറയൂ? മഹാനായ ഈ ചേട്ടനെ എതിർക്കാനുള്ള ശക്തി ആഫ്റ്റർ ഓൾ എനിക്ക് എവിടെയാ? അയ്യോ, വിശ്വസിക്കരുതെന്നാ ഇവൻ പറയുന്ന എല്ലാം വെറും കള്ളത്തരോ. ഡേയ് നിർത്ത്. നോക്കനിയ, നീ എന്റെ ആളുകളുടെ ദേഹത്ത് കൈവച്ചെങ്കിൽ അത് എന്റെ ദേഹത്ത് കൈവച്ച പോലെയാ. എന്റെ ദേഹത്ത് കൈവച്ചിട്ടുള്ള ഒരുത്തനും ഇന്ന് ജീവനോടെ ഇല്ല. എന്തായാലും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. താങ്ക്സ് ചേട്ടാ, താങ്ക് യു വെരി മച്ച്. പക്ഷേ ഇനി നിന്നെ ഇവിടെ കാണരുത്. നിന്റെ നാട്ടിലേക്ക് വെക്കോ. ചേട്ടാ ചേട്ടാ, അങ്ങനെ ഒന്നും പറയരുത് ചേട്ടാ. ഡാ 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 ഡാ, നിന്നെ ഇപ്പൊ തന്നെ കൊല്ലണ്ടതാ. കണ്ടപ്പോ പാവം തോന്നി. പോടാ. ചേട്ടാ, അതല്ല ചേട്ടാ, എന്റെ പഠിത്തം, ഹോസ്റ്റല്, ഫീസ്. നിനക്കിപ്പോ ഫീസ് വേണോ അതോ ജീവൻ വേണോ? ജീവൻ മതി ചേട്ടാ. ആ ജീവനും കൈ പിടിച്ചുകൊണ്ട് തലം വിട്. പോ 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 പോ. ആ തീരുമാനം ഒന്ന് മാറ്റിക്കൂടെ ചേട്ടാ? നാളെ തന്നെ പോയിക്കോളാം. വീണ്ടും നീ എന്റെ ആൾക്കാരുടെ മുമ്പിലെങ്ങാനും പെട്ടാലുണ്ടല്ലോ, സത്യമായിട്ട് കാണില്ല ചേട്ടാ. കണ്ട കൊന്നുകളില്ലേ? പോടാ. അമ്മമ്മേ, ഓ, പോയിട്ട് വരെ. ആ പോയിട്ട് വാ മോനെ. നാട്ടിലെല്ലാരും അന്വേഷിച്ചതായിട്ട് പറയണം കേട്ടോ. ശരി അമ്മമ്മേ. ആ, വരട്ടെ ചേട്ടാ. ഏയ്, ചുമ്മാ. ചന്തു വാ ചന്തു, ചന്തു കലക്ക് ചന്തു, ചന്തു വാ ചന്തു, ചന്തു കലക്ക് ചന്തു. ഇവന് വെറുതെ ഒരു ഹീറോ ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യം. അവൻ മരുതൻകുഴിക്കാരനാ. കണ്ടാലവൻ പൂച്ചയെന്ന് തോന്നും. തൊട്ട് കളിച്ചവൻ പുലിയാകുമെടാ. പിന്നെ എന്തൊക്കെ കടന്ന് പറയലയാ? ഭൈരവന്റെ വീട്ടിൽ പോയിട്ട് ഭൈരവനെയാ? ഗേറ്റ് പഠാനം തുറന്നു. ഭൈരവൻ ശരിക്കും ഒന്ന് ഞെട്ടി. ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ ഒന്ന് തുറിച്ചു നോക്കി. ഇപ്പൊ മനസ്സിലായി. നീ അവന്റെ മുഖത്ത് തുറച്ചൊക്കെ പറഞ്ഞ്, ഈ മുഖത്തിരിക്കുന്ന മെയ്ച്ചാളാണെങ്കിൽ വാടാ ഒരു കൈ നോക്കാം, നിന്നെ കൊല്ലാൻ കത്തികൾ വേണ്ട, കൈകൾ മതിയെന്ന് വെല്ലുവിളിച്ചാണ് തന്നെ. അത്രയ്ക്ക് അങ്ങ് ലെങ്ത് ഇല്ല മോനെ. വെരി ഷോർട്ട്. പറ. ഒരേ ഒരു വാക്ക്. എന്താണത്? ഹലോ, താനെന്തിനാ ചിരിക്കുന്നേ? എക്സ്ട്രാ ആണെങ്കിൽ എക്സ്പ്രഷൻ സൂപ്പർ. കൂടുതൽ എക്സ്ട്രാ ഒന്നും വേണ്ട, പോയി പഠിക്കാൻ നോക്ക്. എന്റെ കൽബിലെ വെണ്ണിലാവ് നീ നല്ല ഇയാളെന്തിനാ ഇവിടെ? എവിടെ നോക്കിയോട്ടെ ശ്രീപത്മനാഭ. ഞാനൊന്ന് വരുന്നു. സോറി മാഡം, ദേ വരുന്നില്ലേ? അതിന്റെ മാമനാ. അയാളുടെ മോളെ കെട്ടണമെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുക. ഇപ്പോഴെങ്ങാനും ഞാൻ അയാളുടെ കൈപ്പെട്ട ആ പണ്ടാരത്തിന് എന്റെ തല കെട്ടിവെക്കും. അതുകൊണ്ട് എന്നെ ഒന്ന് കവർ ചെയ്യൂ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഭൈരവൻ അവൾ എന്നെ കാട്ടിക്കൊടുത്തു. ശ്രീപത്മനാഭ കാത്തോളെ. മഹി ഇതാണോ? അതെ ചേട്ടാ. ചേട്ടനോ? എന്റെ പരദൈവങ്ങളെ, ഭൈരവന്റെ അനിയത്തിയായിരുന്നു.
മാമി 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 എനിക്ക് കണ്ണെഴുതിത്താ. മാമി എന്തായി കാണിച്ചേ? സോറി 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 സോറി. മോളെ മഹേശ്വരി, ആ വെറ്റിലയും പാക്കങ്ങ് എടുത്തേടി. ഇതാ. ആ വെറ്റിലയിൽ ഇത്തിരി ചുണ്ണാമ്പ് തേക്കും മോളെ, കൈ ഒടിവില്ല. മണ്ടി പെണ്ണെ, കുറച്ച് ചുണ്ണാമ്പ് തേക്കാൻ പറഞ്ഞപ്പോ അതിൽ മുഴുവനും വാരി തേച്ചു അല്ലേ? അയ്യോ, ഇവളേതോ മായാലോകത്താ. ഇവൻ ഈ നാട് വിട്ടു പോയില്ലേ? ഇവന് പോയി ചോദിക്കടാ. ശരിയാണോ? ഏയ് എന്താടാ നിനക്കിപ്പോ എന്ത് വേണം? നീ ഇനി നാട്ടിൽ പോയില്ലേ? നാട്ടിൽ പോവാനോ? ഏത് നാട്ടില്? ഏത് നാടാന്നോ? അണ്ണൻ പറഞ്ഞില്ലേ എന്നോട് നാട്ടിൽ പോവാൻ? അണ്ണനാ? അവനാരാ? അവനായിരുന്നോ? എന്റെ അമ്മു, ഭൈരവേണനടാ. ഏത് ഭൈരവൻ? ഭൈരവൻ ആരെന്നറിയില്ലേ? ഓ, നീയൊക്കെ ഭൈരവന്റെ അടിയാളുകളാണല്ലേ. സോറി അല്ലേ, സോറി, ഞാനത് മറന്നുപോയി. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെയൊക്കെ പോക്കറ്റുകളിൽ ബോസിന്റെ ഫോട്ടോ വെച്ച് ബാഡ്ജ് കുത്ത്. അപ്പൊ ഈസി ആയിട്ട് മനസ്സിലാവും ഭൈരവന്റെ അടിയാളുകളാണെന്ന്. നീ നിന്റെ നാട്ടിലേക്ക് പോകാത്തെന്ന് പറ ആദ്യം. ആ, നാട്ടിൽ പോണോ അല്ലേ? എന്താ ഞാൻ പോവാത്തെ? ആ, നാട്ടിൽ പോണേ പൈസ വേണ്ട അളിയാ. ഈ പൈസ എടുക്കാനായിട്ട് നമ്മൾ ബാങ്കിൽ പോയാലല്ലേ പറ്റൂ അളിയാ. പോണല്ലോ. പിന്നെ ഞാൻ ബാങ്ക് അവധി, ഇന്നലെ ആണെങ്കിലോ ബന്ധു. അത് ശരിയാ. പിന്നെ ഞാൻ എങ്ങനെ ബാങ്കിൽ പോവും? നിങ്ങൾ പറ അളിയാ. ബാങ്ക് സ്ട്രൈക്ക് ഒന്നുമില്ല. ഇപ്പഴാ ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് വന്നത്. സ്ട്രൈക്ക് ഇല്ലേ? ഇല്ല, വാ ബാങ്കിൽ പോവാം. ബാങ്കിലൊക്കെ പോവാം, പക്ഷെ ബാലൻസ് ഇല്ലല്ലോ. ബാലൻസ് ഇല്ലേ? ഇവൻ ഒരു വട്ട് കേസ് തന്നെ. ബാലൻസ് വേണേ അക്കൗണ്ട് വേണം പൊന്നളിയോ. എന്താടാ കൊച്ചു പിള്ളേർക്ക് മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ നീ ഞങ്ങളെ കളിയാക്കാണ്. നിനക്ക് മുത്തശ്ശി കഥ കേൾക്കണ്ടേ? കേൾക്കണ്ട. ഞാൻ ബാങ്കിൽ അക്കൗണ്ട് തുറന്ന് കാശെടുത്ത് ടിക്കറ്റ് എടുക്കാൻ പറയാം. വണ്ടിയിടാ. നിന്റെ ഒന്നും കൊണ്ടായ എന്റെ അടുത്ത് വേണ്ടേ? വണ്ടിയിടാ. നിന്നോട് മാത്രം തനിയെ ഞാൻ പറയണോ? കേറാ. നിന്റെ ഒന്ന് റൗഡീസ് എന്റെ അടുത്ത് വേണ്ടേ? ഏയ്, നിനക്കെന്താ വട്ടാ? കുട്ടികളെ കളിക്കാതെ നാട് വിട്ട് പോന്നാ നിനക്ക് നല്ലത്. എന്റെ ചേട്ടനെ പറ്റി നിനക്ക് അറിയാത്തോണ്ടാ. താങ്ക്സ് ചേച്ചി. ചോദിക്കാതെ തന്നെ പറഞ്ഞേന്. വീട്ടിൽ ഞാൻ എന്റെ അച്ഛനെ പോലും പേടിക്കുന്നില്ല, പിന്നെയല്ല നിന്റെ ചേട്ടൻ. പൊടി ചുമ്മാ. അവനൊക്കെ ഒരു വഴിക്ക് പോയിട്ട്. ഡേയ്, എന്താണ് അത്ര താമസേ? അതണ്ണാ, ആ കോളേജ് പയ്യനെ വഴി വെച്ച് വീണ്ടും കണ്ട്. അവൻ വലിയ കൗശലക്കാരനണ്ണാ. നാട്ടിലെന്താ പോവാത്തേന്ന് ചോദിച്ചു. ഏത് നാട്ടിലേക്കെന്ന്? അണ്ണ എന്ന് പറഞ്ഞില്ലേടാന്ന്. ഏത് അണ്ണനടാ എന്ന്? കാശില്ലാന്ന് ബാങ്കെന്ന്. പോവെന്ന് പോവില്ലാന്ന്. അവനാളൊരു സംഭവം തന്നെ അണ്ണോ. ആരടാ? ഇവനാ? കേട്ടല്ലോ ഏട്ടാ, കേട്ടല്ലോ. അവിടെ വെച്ച് ഇതിനേക്കാൾ പച്ചത്തെറിയാണ് പറഞ്ഞത്. അതും പോട്ടെ ഏട്ടാ, ഇവൻ വേറൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോ ഞാൻ ചേട്ടന്റെ മുമ്പിൽ വന്ന് തൂങ്ങിച്ചത്തുകളെന്ന് വിചാരിച്ചതാ. എന്തു പറഞ്ഞടാ? നിന്റെ അമ്മ കണ്ടോ അവൻ അവിടെ പറഞ്ഞ ഞാൻ ഇവിടെ പറഞ്ഞപ്പോഴേക്കും ചേട്ടന്റെ ദേഷ്യം കണ്ടില്ലേ? അത് കേട്ടപ്പോ എന്റെ രക്തം അങ്ങ് തിളച്ചു കേറി. അണ്ണ, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്നും അറിയാത്ത പെണ്ണ് അർദ്ധരാത്രി പെറ്റൂന്ന് പറഞ്ഞ പോലെ ഇവന്റെ ഒക്കെ വിടുവായിത്തരങ്ങൾ അങ്ങ് വിശ്വസിച്ചു കൊടുത്താലും മതി. അതൊക്കെ പോട്ടെ, ഞാൻ ഈ നാട്ടിൽ കാണാൻ പാടില്ലെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞല്ലേ? ഇത് നോക്കി, ഞാൻ നാളെ വൈകുന്നേരത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക. ചേട്ടൻ തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണം പോലത്തെ വാച്ച് വിട്ടിട്ടാണ് ഞാൻ ടിക്കറ്റ് വാങ്ങിച്ചത്. കരയരുത് മോനെ, മരുതം കുഴിക്കാരൻ കരയാൻ പാടില്ല. കരയുന്നത് മരുതം കുഴിയിലല്ലല്ലോ അമ്മമ്മേ, ആരും കാണില്ല. ഏയ് ചേട്ടാ, ഈ കരച്ചിലൊന്നും ഇവിടെ വേണ്ട. നാളത്തെ ട്രെയിനിന് കയറിക്കോ. പോയിക്കോളാം ചേട്ടാ, നാളെ തന്നെ പോയിക്കോളാം. വരട്ടെ ഏട്ടാ? വരട്ടെന്നോ? പോയിട്ട് വരട്ടേന്ന്. പോയിട്ട് വരട്ടെ അമ്മമ്മേ. എനിക്കറിയാം മോനെ, നീ വീണ്ടും വരും. ഞാനിനി വരില്ല. ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ പോവാ. പോയിട്ട് വരട്ടെ.
വരട്ടെ എന്ന് പറയുന്നു, വരില്ല എന്ന് പറയുന്നു, ഇറങ്ങട്ടെ എന്ന് പറയുന്നു, പോണെന്ന് പറയുന്നു. ഈ ചെറുക്കൻ ഇതെന്തോ ഒരേ വാക്ക് രണ്ടു തരത്ത് പറയുന്നേ? ഇന്നലെ ഞങ്ങൾ ഹലോ സിനിമ കണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടന്റെ പെർഫോമൻസ് കലക്കി. രാവിലെ മുതൽ ഈ ഇരിപ്പിരിക്കുക. നമ്മുടെ ബാച്ചുകളെ ആരും കാണുന്നില്ലോടാ. എന്തോ എന്നേക്ക് ഇവിടെ ഇരിക്കേ. ആ ഇപ്പോ രണ്ടുപേരും അന്യോന്യം ആഗ്രഹം തീരുന്നവരെ കണ്ണോട് കണ്ണു നോക്കിക്കോ. എന്തു പറ്റി? എന്ത് പറ്റിയെന്ന കുറച്ചു നേരം കൊണ്ട് ശ്രദ്ധിക്കുക. ഇവൻ കാശ്മീരിലും ഇവള് കന്യാകുമാരിയിലും. ഡാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണോട് കണ്ണ് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. അതിന്റെ പേര് പ്രേമമൊന്നല്ല, ജസ്റ്റ് സൈറ്റിംഗ്. മനസ്സിൽ വല്ലതും ഉണ്ടെങ്കിലേ സ്ട്രെയിറ്റ് ആയിട്ട് മനസ്സ് തുറന്നങ്ങ് പറയണം. ലവ് ചെയ്യാനേ ഗട്സ് വേണോടാ, ചങ്കുറപ്പ് കേട്ടാ. എന്താടി കുറച്ചു നാളുകളായിട്ട് ഒരുത്തൻ നിന്റെ പുറകെ നടക്കുന്നു പറഞ്ഞത് ഇവനായിരുന്നോ? യാ ഐ ലവ് യു. ഐ ലവ് യു ടു. ഐ ലവ് യു. എന്താ ഐ ലവ് യു. ഈ പറച്ചിലൊരു സുഖമില്ലല്ലോ. നീ അല്ലേ സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പറഞ്ഞ? സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പറഞ്ഞ ഇങ്ങനെ ഷോക്ക് കൊടുത്താണോ പറയുന്നത്? ആദ്യം കാര്യം പറ, നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഞാൻ എന്തിനാ ലവ് ചെയ്യണം? എന്തിനാന്നോ? എന്നെ ലവ് ചെയ്യാനായിട്ട് എത്ര പേര് ക്യൂവിലുണ്ടെന്ന് നിനക്കറിയാവോ? എവിടെ നിന്റെ പുറകെ ക്യൂ ഒന്നും കാണുന്നില്ലല്ലോ. ഓയ് ഞാനൊന്ന് കണ്ണടിച്ച് കൈഞ്ഞൊടിച്ചാ മതി, ആ നിമിഷം 100 പേരെന്റെ പിന്നാലെ വരും. അറിയാമോ നിനക്ക്? 100 ആളൊന്നും വേണ്ട മോളെ. ഒരാള് നിന്റെ പുറകെ വരുത്താ മതി. ഞാൻ നിന്നെ പ്രേമിച്ചോളാം. ഷിറ്റ്, ഞാൻ സ്നേഹിച്ചത് നിന്നെ. വേറെ ഒരുത്തനെ എന്റെ പുറകെ വരുത്തേണ്ട ഒരാവശ്യം എനിക്കില്ല. സോറി. അപ്പൊ എന്നെ വിട്ടേക്ക്. നിൽക്ക്. സത്യമായിട്ട് ഞാൻ എന്റെ പുറകെ ഏതെങ്കിലും ഒരുത്തന്നെ വരുത്തിയാ നീ എന്നെ ലവ് ചെയ്യോ? എന്റെ ശ്രീപത്മനാഭ. ഓക്കേ ഷുവർ. പ്രോമിസ്. ആ ശരി, ആരെയാ പുറകെ വരുത്തേണ്ടെന്ന് പറ. ആ വരുന്നില്ലേ നവമന്മഥകുമാരൻ മിസ്റ്റർ ഗോകുലകൃഷ്ണൻ. അവനെ പുറകെ വരും. ആ മങ്കിയോ? എനിക്ക് പോയി അവനെ സഹിക്കാൻ. അങ്ങനെയെങ്കിൽ നിന്നെ സഹിക്കാൻ എന്നെ കൊണ്ടും പറ്റില്ല. അയ്യോ. ഓക്കേ, അവനെന്നല്ല നിന്നെ ഞാൻ എന്റെ പുറകെ വരുത്തിക്കും. നൗ the first try starts. ബെസ്റ്റ് ഓഫ് ലക്ക്. ഹലോ യെസ്, മിസ്റ്റർ ഗോകുൽ. ഈ 1 സെക്കൻഡ്. ഈ കർച്ചീഫ് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കാൻ പോണേ, റൈറ്റ്? ആ റൈറ്റ്. വെയിറ്റ് ബേബി. ഇത് രാധ, ഇത് രജനി, ഇത് കാഞ്ചനമാല, ഇത് ശബാന ബേഗം. ഇത് നിന്റെ. ഇങ്ങനെ കർച്ചീഫ് ഇടും, പിന്നാലെ കൂടും, പ്രണയിക്കും, സ്നേഹിക്കും, അതോടെ ജീവിതം കട്ടപ്പൊക്ക. യു ക്യാൻ ചീറ്റ് മീ, ഓക്കേ? സോറി മിസ്റ്റർ ഗോകുൽ, ഈ കർച്ചീഫ് നിങ്ങളുടെയാ? ഹൂ സെഡ്? എന്നെ പോലൊരു ഹാൻഡ്സമിനെ ആഫ്റ്റർ ഓൾ ഒരു ഹാൻഡ് കർച്ചീഫ് കൊണ്ട് വീഴ്ത്താമെന്ന് വിചാരിക്കുന്നു? അത് നീ വിചാരിച്ചാലും പറ്റില്ല, നിന്റെ അമ്മച്ചി നേരിട്ട് വന്നാലും പറ്റില്ല, ഓക്കേ? ചേച്ചേ, പോയി ബുദ്ധൂസ് ദരിദ്രവാസി തന്നെ പ്രേമിക്കേണ്ടി വന്നല്ലോ. എല്ലാം എന്റെ തലയിൽ എഴുത്തി. ഈശ്വരാ. ഹലോ, തന്റെ ലവ് സക്സസ് ആയെന്ന് തോന്നുന്നു. എന്തോന്ന് സക്സസ്? വേർത്ത് വിളറി. എന്റെ കർച്ചീഫ് കൊണ്ട് എന്റെ വിയർപ്പ് ഞാൻ തന്നെ തുടക്കേണ്ടി വന്നു. ഞാനൊരു സൂപ്പർ ഐഡിയ പറയാം. Proceed. ഈ ബൈക്ക് കണ്ടുപിടിച്ചവനെ ചെരുപ്പ് കൊണ്ട് അടിക്കണം, പഹയന്മാര്. ഹായ് ഗോകുൽ. ഹായ്. എന്താ ബൈക്ക് പഞ്ചറായോ? ടയർ പഞ്ചർ. എനിക്ക് എപ്പോഴാ പഞ്ചറാവുന്ന നോക്കി നടക്കാണോ? നോ, വിഷമിക്കുന്നത് കണ്ട് ലിഫ്റ്റ് തരാന്ന് വിചാരിച്ചു. ഈ ഗിമിക്സും മാജിക്കും ഒന്നും എന്റെ അടുത്ത് കിടക്കൂല കേട്ടോ. ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് വണ്ടി കയറ്റി ബ്രേക്ക് ചെയ്ത് ബോഡി ടച്ചിങ്സ്, ഹഗ്ഗിങ്സ്, ഡ്രീംസ്, സോങ്സ്. യു ക്യാൻ ചീറ്റ് മീ, ഓക്കേ? എന്താ നിനക്ക് നിന്നിൽ കോൺഫിഡൻസ് ഇല്ലേ? നോ, ഈ നാട്ടിൽ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഏക പുരുഷൻ ഞാനാ. ആ പിന്നെന്തിനാ പേടിക്കുന്നേ? ഇങ്ങോട്ട് കേറ്. ബട്ട് വൺ കണ്ടീഷൻ. എന്താണാവോ അത്? വണ്ടി കയറ്റിട്ട് സർന്ന് വിട്ടിട്ട് സഡൻ ബ്രേക്ക് ഇടരുത്. സഡന്ന് മാത്രല്ല വിടന്നു കൂടെ ഞാൻ ബ്രേക്ക് ഇടില്ല. അതുപോലെ പ്രോമിസ്? ഓക്കേ, പ്രോമിസ്. ഈ വണ്ടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാം. ശരി, പോവാ. ഇങ്ങോട്ട് കേറ്. പോട്ടെ. എങ്ങനെ പോവാനാ? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഡിസ്റ്റൻസ്.
എന്റെ വിധി. ഏയ്, പതുക്കെ. ഓക്കെ ഫ്രണ്ട്, ഓക്കെ. അയ്യോ പതുക്കെ. അയ്യോ ഇങ്ങനെ സ്പീഡ് കൂട്ടരുത്. കൂട്ടും. എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കുന്നെ? ഏയ്, നോക്കി. അടങ്ങിയിരിക്കും അവിടെ. സ്ലോയിൽ പോയാൽ മതി, എനിക്ക് പേടിയാവും. ലോയില് പോണെങ്കിൽ ബ്രേക്ക് ചെയ്യേണ്ടി വരില്ല. സാരമില്ല, ബ്രേക്ക് ചെയ്തോ. വാക്കായിരിക്കണം, ഞാൻ ബ്രേക്ക് ചെയ്യില്ല. പതിയെ പതിയെ പോയാൽ മതി. പതിയെ സ്പീഡ്. പതിയെ പതിയെ. അയ്യോ മാറിക്കോ, വണ്ടി മാറിപ്പോ, മാറിപ്പോ. ബ്രേക്കില്ല. സാർ, ഈ പെൺകുട്ടികൾ ഇങ്ങനെ ലവ് ലെറ്റർ എഴുതാന്ന് പറയാൻ ഞങ്ങൾ പാവപ്പെട്ട ആൺകുട്ടികളുടെ ജീവിതം എന്താ സാർ? ടെൽ മീ സാർ, ടെൽ മീ. ഐ സേ ഇറ്റ്സ് ടു ബാഡ്, ടു വെസ്റ്റ്. ഈസ് ഫോർ തമ്പാനൂർ വിത്ത് ഓൾ ബ്ലഡി ലേഡീസ് ലവ് ലെറ്റർ കോംപ്ലിക്കേഷൻസ്. എന്തിനടേ നീ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? പ്രിൻസിപ്പൾ മലയാളം മീഡിയം ആയതുകൊണ്ട് അയക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? കൺട്രോൾ യുവർ സെൽഫ്. നിന്റെ ഇംഗ്ലീഷ് അവിടെ ഇരിക്കട്ടെ. പ്രിയപ്പെട്ട മദന. എടാ, ഇത് നിനക്കുള്ളതല്ല, ഏതോ മദനുള്ളതാ. ഇത് അവനോണ്ട് കൊടു. സോറി സാർ, മദനൻ വേറെ ആരുമല്ല. മദനൻ എന്ന് പറയുന്ന ഞാൻ തന്നെയാ. എന്നെ മദനായി രതിമന്മദനായി സങ്കല്പിച്ചെഴുതിയതാ. നിന്നെ രതിമന്മദനായി ബാഡ് ടൈം ഡേ. ഇവന് ലവ് ലെറ്റർ എഴുതി എന്ന് പറയുന്ന മന്ദബുദ്ധി പെണ്ണുണ്ടല്ലോ, അവളെ ഒന്നിങ്ങി വിളിച്ചേ, ഞാൻ ചോദിച്ചു മനസ്സിലാക്കട്ടെ. ചോദിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല സാർ. ഇനി ആർക്ക് ലവ് ലെറ്റർ എഴുതല്ലെന്ന് താക്കീത് ചെയ്യണം. താക്കീത് ചെയ്താൽ മതിയല്ലോ. ഇത്ര അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? നീ കണ്ടോ? വരണുണ്ട് സാർ, സൂക്ഷിക്കണം. നമസ്കാരം സർ. അല്ല കുട്ടി, നീ ഈ ലെറ്റർ ഇവന് തന്നെ എഴുതിയതാണോ അതോ മോഹൻലാലിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവനെ ഏൽപ്പിച്ചതാണോ? അല്ല സർ, ഇദ്ദേഹത്തിന് തന്നെ എഴുതിയത്. എന്താ മോളെ, ജീവിതം നിനക്ക് അത്രയ്ക്ക് വെറുത്തു പോയോ? നിറഞ്ഞ മനസ്സോടെ എഴുതിയതാ. നിറഞ്ഞ മനസ്സോടെ എഴുതിയെന്നോ? നിറഞ്ഞ മനസ്സോടെ എഴുതാൻ ഇവൽ നീ എന്ത് കണ്ടിട്ടാ? അത് ഇദ്ദേഹം എന്റെ കണ്ണ് ഋതിക് റോഷനെ പോലെയാ. നടക്കുന്നത് രജനി സ്റ്റൈലില്ല. ദേഷ്യത്തോട് നോക്കിയ മമ്മൂട്ടി തന്നെ. ആ കുസൃതിച്ചിരി ലാലേട്ടന്റെ. ചിലപ്പോ സുരേഷ് ഗോപിന്നും ദിലീപെന്നൊക്കെ തോന്നിട്ട് ഉറങ്ങിയിട്ട് നാളുകളായി സർ. ഇവനൊരുത്തനെ നീ പ്രേമിച്ച് ഇത്രയും നല്ല ഹീറോകളെ നശിപ്പിച്ചു. പറയൂ. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇപ്പോഴീ പ്രേമം തന്നെ ആ പ്രേമത്തിന് വേണ്ടിയാ. എന്റെ ജീവിതം തന്നെ അദ്ദേഹത്തിന് വേണ്ടിയാ സർ. അദ്ദേഹമില്ലാതെ ഞാനുമില്ല സർ. പ്രേമ നൈരാശ്യം കൊണ്ട് ആ കൊച്ചു കരയുന്നു. ഈ പ്രേമം എങ്ങാനും സഫലമാകുമെന്നോർത്ത് ഞാൻ കരയുന്നു. നീ എന്തിനിടെ കരയുന്നേ? പ്രേമിക്കുന്നത് വലിയ കാര്യമല്ല സാർ, പ്രേമിക്കപ്പെടുന്നതാണ് വലിയ കാര്യം. ലക്കി. എന്തിനിടെ? അവള് പ്രേമിച്ചതുകൊണ്ട് ഞാൻ ഭാഗ്യവാൻ. ആ പ്രേമം ഞാൻ സ്വീകരിച്ചതുകൊണ്ട് അവള് ഭാഗ്യവതി. അവള് പ്രേമിക്കുന്നോണ്ട് നീ ഭാഗ്യവാൻ, നീ പ്രേമിക്കുന്നോണ്ട് അവള് ഭാഗ്യവതി. ഇടയിൽ ഞാൻ എന്ത് ബ്രോക്കറാ? മേ ബി, ഐ ഡോണ്ട് നോ. ഞാൻ എത്ര സുന്ദരനായിരിക്കുന്നു. ഈ സൗന്ദര്യം എന്റെ മഹിക്ക് വേണ്ടി. മഹി, യു കാൻ എസ്കേപ്പ് ഫ്രം മീ. എന്തടി നീ പറയുന്നത്? സത്യവാടി. മഹി മഹിന്ന് പുലമ്പിക്കൊണ്ട് ഋതിക് റോഷൻ സ്റ്റൈലിൽ നിനക്ക് വേണ്ടി ചെത്തി നടക്കുന്നു. നിന്നെ കണ്ടാലും ഒരു സോങ് ഡ്രീം ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം ചന്തുവിനെ അറിയിക്കണം. അപ്പോ നീ മഹിയെ ലവ് ചെയ്യുന്നില്ലേ? ലവാ? ഞാനാ? മഹേശ്വരിയാ? പോടാ. അവളുടെ ആ ചേട്ടനുണ്ടല്ലോ, ഗുണ്ടാ ഭൈരവൻ, അവൻ എന്നെ നാട് വിട്ടുപോകാൻ 2 തവണ വാങ്ങിച്ചതാ. അവളെ എങ്ങാനും ആവശ്യമില്ലാതെ പ്രേമിച്ചാലുണ്ടല്ലോ, പിന്നെ ഫൈറ്റിനും ചേസിനും മർഡറിനും ഒക്കെ നേരം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണോ? അവളെ പ്രേമിക്കാൻ നമ്മുടെ കോളേജിൽ ഒരു മന്മഥ കുമാരനുണ്ടല്ലോ, അതിനടാ ഗോകുലകൃഷ്ണൻ. അവര് നമ്മൾ നല്ല ജോഡി പൊരുത്ത. എങ്ങനെയെങ്കിലും അവര് തമ്മിൽ ഒന്നു ചേരുകയാണെങ്കിൽ നമ്മുടെ കാര്യം വെരി വെരി ഹാപ്പി. നീ ആണത്തുള്ളവനാണെന്ന് കരുതി. അല്ല, നീ ഒരു വീരമാണ്. എന്റെ ചേട്ടനെ ഭയന്നല്ലേ എന്റെ പ്രേമത്തെ നീ അവഗണിക്കുന്നത്? ഞാൻ പ്രേമിച്ചത് ഒരു ഹൃദയമില്ലാത്ത മനുഷ്യനെ. പ്രേമത്തിന്റെ വില എന്താണെന്നറിയാത്ത മൃഗത്തെ. ഇനിയൊന്നും പറയണ്ട. I hate you. I hate you.
എന്റെ അടുത്താണ് നിന്റെ കളി. ഒന്നുകളയുന്നോയെ. ഈ നാട് എന്റെ പേര് കേട്ട വിറയ്ക്കും. ആ എന്നോട് നിന്റെ അഭ്യാസം. ഇന്ന് നിന്റെ അഭ്യാസം ഞാൻ അവസാനിപ്പിക്കും. അവസാനമായിട്ട് ഞാൻ പറയാ, ഇന്നിരുട്ടുന്നതിന് മുമ്പ് നീ നാട് വിട്ട് പോണം. ഇല്ലെങ്കിൽ നീ നാളത്തെ സൂര്യോദയം കാണില്ല. ജീവനോടെ നിന്നെ ചുടുകാട്ടിലിട്ട് എരിച്ചു കളയും. അല്ലളിയാ, നീ അന്ന് എന്നെ ജീവനോടെ ചുടുകാട്ടിൽ കത്തിച്ചു കളയെന്ന് പറഞ്ഞു. ഇപ്പൊ നിനക്ക് മുത്തശ്ശനെങ്കിലും ജീവനില്ലാതെ കത്തിച്ചു കളയാൻ പറ്റില്ല. ഏയ്, ഇനിയും നീ ഇവിടുന്ന് പോയില്ലേ? അത്രയ്ക്ക് ധൈര്യം നിനക്ക്? നീ പറയുന്നതും കേട്ട് അങ്ങ് നാട് വിടാനേ ഞാൻ അത്രയ്ക്ക് ഭീരൊന്നും അല്ലടാ. നെഞ്ചും കൂട് നോക്കിയൊന്ന് ഇവിടെ ഞങ്ങൾ അളിയന്മാര് തമ്മിൽ സംബന്ധക്കാര്യം പറയുന്നതിനിടയ്ക്ക് നിനക്കെന്താടാ കാര്യം? നൂറുക്കിക്കളയും പൊന്നുപോലെ എന്താണ് നീ എന്ന് പറഞ്ഞേ? ഈ നാട് വിട്ടുപോയില്ലേ കൊന്നു കളയോ? ഇപ്പൊ ഞാൻ പറയുന്നത് കേക്ക്, ഈ നാട്ടിൽ തന്നെ കാണും, ജീവനോടെ തന്നെ കാണും. അല്ലെങ്കിൽ നീ ആരുടെ എന്നെ ഈ നാട് വിട്ടു പോകാൻ പറയാൻ? ഈ നാടെന്താടാ, നിന്റെ അമ്മയോടോ അതോ നിന്റെ അമ്മയുടെ അച്ഛന്റെയോ? ഡാ, മര്യാദയ്ക്ക് അന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോയനെ. പക്ഷെ ഇന്ന് എനിക്കതിന് പറ്റില്ല. കാരണം എന്താണെന്നറിയോ? സിൻസിയർ ആയിട്ട് ഒരു പെണ്ണിനെ പ്രേമിക്കുക. പെണ്ണാരാണെന്ന് നിനക്ക് അറിയണ്ടേ? നിന്റെ അനിയത്തി. അതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോണില്ല. നിനക്ക് എന്ത് പിടുങ്ങാൻ കഴിയും അത് പിടിക്കോ. चंदू कलक चंदू, चंदू कलक चंदू. ഹായ്. നീയോ? നീ എന്തിനാ ഇവിടെ വന്നു? നിന്നെ കാണാൻ. നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാ? ഐ ലവ് യു എന്ന് പറയാൻ. അത് വേണ്ട. നാണാ? നാണോ കീണോന്നല്ല. എങ്കിൽ നീ ഐ ലവ് യു എന്ന് പറ. ഞാൻ പറയില്ല. നീ പറഞ്ഞില്ല ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നാ ഞാൻ പോയിക്കോളാം. അമ്മേ,
ചേട്ടൻ എന്റെ ചേട്ടൻ ഈ നാട്ടിലില്ലല്ലോ. നിന്റെ ചേട്ടനല്ല, എന്റെ ചേട്ടൻ. അയ്യോ അല്ല അളിയൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നത്. നീ ഇപ്പൊ എന്നോട് ഐ ലവ് യു പറഞ്ഞില്ലേ, ഞാൻ അളിയനെ ഇങ്ങോട്ട് വിളിക്കും. ഭൈരവ, മിസ്റ്റർ ഭൈരവൻ. പ്ലീസ് പ്ലീസ് വേണ്ട, വിളിക്കണ്ട. അങ്ങനെയൊക്കെ ഐ ലവ് യു എന്ന് പറ. ഞാൻ പറയില്ല. പറഞ്ഞില്ലേ വിളിക്കും. മിസ്റ്റർ ഭൈരവൻ. ഹലോ. വേണ്ട വേണ്ട, ഞാൻ പറയാം. ഐ ലവ് യു. എന്തോ? അയ്യോ, ഐ ലവ് യു. ഇതൊന്നും പിച്ചക്കാരന് പിച്ച കൊടുക്കുന്ന പോലെ ഒരു ശൃംഗാര ഭാവത്തിൽ മനസ്സ് തുറന്നങ്ങ് ഐ ലവ് യു എന്ന് പറ. ശരി, ഐ ലവ് യു. ഇത് ഒരുവിധം ഓക്കെ. അതിൽ കുറച്ച് മസാല കൂടെ മിക്സ് ചെയ്യും. മസാലയോ? അതായത് ഒരു കിസ് എന്ന് പറയാണെന്ന് വെച്ചോ, അതാണ് മസാല. ഒന്ന് തന്നെ. കിസ്സോ? ഞാൻ തരില്ല. നിനക്ക് കിസ് തരാൻ പറ്റുമല്ലോ. ഞാനിതാ ഇപ്പൊ നിന്നെ ചേട്ടനെ വിളിക്കും. ഇപ്പൊ ഞാൻ വിളിക്കും. മിസ്റ്റർ ഭൈരവൻ. യൂത്ത് വെറും ബൂത്തായി പോയല്ലോടാ. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് അണ്ണാ. ട്രെൻഡോ ബെൻഡോ ഇവിടെ നിന്നാ ഇനി ബ്ലൂ ഫിലിമും കാണേണ്ടി വരും. വരണടാ. മഹേശ്വരി ഞാൻ മനസ്സാ വാച കർമ്മണ പ്രേമിച്ചു. ആ വിഷയം ഈ കോളേജിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവളെ മറക്കുന്നതിന് നിനക്ക് എത്ര രൂപ വേണം പറയൂ? ആ പറയാം. വാ പറയൂ. കൈയെടുക്ക. കൂൾ മാൻ. കൂൾഡ്. പ്രേമം അങ്ങനെ വിലക്ക് വാങ്ങിക്കാനുള്ളതല്ല. മഹേശ്വരെ പ്രേമിക്കാനുള്ള അവകാശം അവളുടെ ചേട്ടൻ എനിക്ക് തന്നതാ. അതെങ്ങനെ? വെരി സിമ്പിൾ. ധൈര്യമായിട്ട് അവളുടെ ചേട്ടന്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ അനിയത്തെ ഞാൻ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ആള് കൈവക്കും. തലേ കൊട്ടാനായിരിക്കും. ആശീർവദിക്കാൻ. നിന്നെ ആശീർവദിച്ചെങ്കിൽ ഞാൻ അവളുടെ ചേട്ടന്റെ അടുത്ത് പോവാ. എന്നെ ആശീർവദിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. യു അണ്ടർസ്റ്റാൻഡ്? പെട്ടെന്ന് പോ, കിട്ടും. ഐ നോ. ഡേയ്, എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. എന്തെങ്കിലും അബദ്ധം പറ്റിയ നിന്നെ ഒന്നും ജീവനോട് വിടില്ലേ ഞാൻ. പറഞ്ഞു മനസ്സിലായല്ലോ? ശരിയാണ്. എക്സ്ക്യൂസ് മീ. മിസ്റ്റർ ഭൈരവൻ നിങ്ങളാണോ? ഞാൻ തന്നെ. ഹായ്, നൈസ് ടു മീറ്റ് യു. ആൻഡ് യു സ്ട്രോങ് മാൻ. ചുറ്റി വളച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പറയാം. ഞാൻ നിങ്ങളുടെ സഹോദരിയെ പ്രേമിക്കുന്നു. യെസ്, ഐ ലവ് യുവർ സിസ്റ്റർ. സഹോദരിയെ പ്രേമിക്കാൻ നിങ്ങൾ പെർമിഷൻ കൊടുത്ത് കൈപൊക്കി ആശീർവദിക്കാറുണ്ടെന്ന് കേട്ടു. ഈ സുന്ദരനും പെർമിഷൻ വേണം, കൈപൊക്കി തന്നെ ആശീർവാദവും വേണം. പ്ലീസ് പ്ലീസ് ബ്ലെസ് മീ. പ്ലീസ് ഐ സേ കൈപൊക്കൂ പ്ലീസ്. മര്യാദയ്ക്ക് അവനെ വിട്, ഇല്ലെങ്കിൽ അവന്റെ കഴുത്തിൽ കത്തി കുത്തി കയറ്റി ഞാൻ വിടാൻ. നിനക്ക് 2 മിനിറ്റ് സമയം തരാം. പ്രാണനെ നിനക്ക് കൊതിയുണ്ടെങ്കിൽ നീ ഇവിടം വിട്ട് പോകുന്നതാണ് നിനക്ക് നല്ലത്. എവിടവൻ? നീയെല്ലാം വേസ്റ്റഡാ. ആ ഭഗവാനും എന്നെ കണ്ടാൽ പേടിക്കുമെടാ, പേടിക്കും. ആ നിസാര ചെറുക്കൻ എന്നെ അവൻ ഇനി വെറുതെ വിടില്ല. ഞാൻ നോക്കിക്കൊള്ളാം.
എവിടെടാ ചന്തു? എവിടെ പോയവൻ? എവിടെ പോയാലും അവൻ എന്റെ കൈ കൊണ്ട് കൊല്ലും ഞാൻ. അടികൾ കൊണ്ടിട്ടുള്ള വിറയിലാണോ അതെ പനി കൊണ്ടിട്ടുള്ള വിറയിലാണോ എന്തിനായാലും ഉച്ചകൊണ്ട് പാലക്കാട് ഭയങ്കര ചിമറിക്കളിയാ. നിന്നെ തട്ടിക്കളയാൻ വേണ്ടിട്ട് ആര് എപ്പോഴും വരുമെന്നൊന്നും ഒന്നും പറയാൻ പറ്റൂലളിയാ. ഈ ടെൻഷനിൽ ഉറങ്ങാനും കഴിയുന്നില്ല, പഠിക്കാനും കഴിയുന്നില്ല. പഠിത്തത്തിന്റെ കാര്യം വിടറേ, മനുഷ്യൻ ഇവിടെ ഊണുമില്ല ഉറക്കവുമില്ല, പുറത്തിറങ്ങാൻ തന്നെ പേടി. എന്തിനു ഒന്നിനു പോകും വരെ പേടിയാവുന്നളിയാ. അളിയൻ തെറ്റിദ്ധരിക്കരുത്, ദയവേത് നീ ഹോസ്റ്റലിൽ നിന്ന് പോണം. ഞങ്ങളെങ്കിലും ഒന്ന് സ്വസ്ഥോടെ ജീവിച്ചോട്ടെ പ്ലീസ് പ്ലീസ് പ്ലീസ്. അതെ ചന്തു, എന്നെ ചേട്ടൻ തീർച്ചയായും നിന്നോട് പ്രതികാരം ചെയ്യും. ചേട്ടൻ ഇന്നലെ സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്കാകെ പേടി തോന്നുക. നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല. നിന്നെ എനിക്ക് വേണം ചന്തു. ദയവേത് നീ 1 മാസത്തേക്ക് ഇവിടം വിട്ടു പോണം പ്ലീസ് ചന്തു. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. 1 മാസത്തേക്കല്ലേ? ഓക്കെ. അമ്മേ. നീ ഇവിടെ അടങ്ങളിയാ. എത്ര വലിയവനായാലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇവിടെയാ. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എന്താണത്? വേറെ ഒന്നും അല്ലടാ, നീ കാരണം മൊത്തത്തിൽ എന്റെ മനസ്സമാധാനം തന്നെ നഷ്ടപ്പെട്ടിരിക്കുക. ആകെ ടെൻഷൻ. ഈ ടെൻഷൻ കാരണം ഊണുമില്ല ഉറക്കമില്ല, പഠിക്കാൻ കഴിയുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, എന്തിന് ബാത്റൂമിൽ പോലും സമാധാനമായിട്ട് പോകാൻ കഴിയുന്നില്ല. നിന്റെ അനിയത്തെ ഹാപ്പി ആയിട്ടൊന്ന് പ്രേമിക്കാൻ പോലും കഴിയുന്നില്ല അളിയാ. അതുകൊണ്ട് നീ ഈ നാട് വിട്ട് വേറെ എവിടേക്കെങ്കിലും പോയിക്കോ. ഞാൻ ഇവിടെ സമാധാനമായിട്ട് കഴിയണം. നീ എന്നെ? ഏയ്, നീ മര്യാദയ്ക്ക് പറഞ്ഞാ കേക്കില്ല അല്ലേ? നോ പ്രോബ്ലം സാർ. 1 മാസത്തെ റെസ്റ്റ് എടുത്താൽ മതി, എല്ലാം ശരിയായിക്കോളൂ. ഓക്കെ? നീ ഈ നാട് വിട്ട് വേറെ എവിടേക്കെങ്കിലും പോയിക്കോ. ഞാൻ ഇവിടെ സമാധാനമായിട്ട് കഴിയണം. എങ്ങനെ പറ്റിയത് സാർ? പറഞ്ഞില്ലേ ബാത്റൂമിൽ കാല് വഴുതി വീണതാണെന്ന്. അതെങ്ങനെ വഴിക്ക് വീഴും സാർ? വീണ് കാണിച്ചു പോ. ഹായ് നിർത്ത്. എക്സ്ക്യൂസ് മീ. ഹായ്. സെയിം പ്രോബ്ലം. 1 മാസം റെസ്റ്റ് എടുത്താൽ മതി, മൊത്തം ക്ലിയർ ആവും. എന്നെ ഓർമ്മയില്ലേ? ഐ ആം ഗോകുൽ, യുവർ സിസ്റ്റർ ആൻഡ് മീ കപ്ലിംഗ്. അന്ന് നിങ്ങൾ യെസ് ഓർ നോ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞാലും മതി. യെസ് ഓർ നോ സേ. എന്നെ അകത്തോട്ട് തള്ളു. ഹലോ. ഹായ്, ഹാഫ് ടിക്കറ്റ്. ഓ, ഫുൾ പേഴ്സണാലിറ്റി. അവനും മറുപടി വേണമെന്ന് പറഞ്ഞു കൊടുക്കടാ. ഡോണ്ട് ടീച്ച് മീ. അയ്യോ അമ്മേ, തറയിൽ നിർത്തിയിരിക്കണം. അമ്മേ, ശ്വാസം വിടാൻ സമയത്ത്. അയ്യോ. നമ്മളിത് എവിടേക്കാ പോന്നേ? നിന്റെ അമ്മാവിയുടെ വീട്ടിലേക്ക്. എന്നുവെച്ചാ? നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നല്ലോ. പ്ലീസ്, എവിടേക്കാന്ന് പറ. അതൊക്കെ പിന്നെ പറയാം. ഇതൊരു മഹാൻ ജനിച്ച സ്ഥലം. ആരാണാവോ ആ മഹാൻ? വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെ. ദിസ് ഈസ് മൈ വില്ലേജ്. ഇതാണ് നിന്റെ അമ്മാവിയുടെ വീട്. അയ്യോ ചന്തു, പൂട്ടിയിരിക്കാണല്ലോ. നോ പ്രോബ്ലം. താക്കോൽ എവിടെയാണെന്ന് എനിക്കറിയാം. നീ വാ. എവിടെയാ ഉള്ളത്? പറയാം, സമാധാനിക്കേ. നിനക്ക് എത്തുന്നില്ലല്ലോ. എത്രതെന്ന് കരുതി അവിടെ വെച്ചത്. ആർക്ക്? അച്ഛന്. എന്റെ അമ്മ ചെയ്ത പണിയാ. ഒരു കാര്യം ചെയ്. എന്താ? എന്നെ എടുത്ത് പൊക്ക്. നിന്നെയോ? എന്നെ കൊണ്ട് പറ്റത്തില്ലേ. ശരി, എന്നാ ഞാൻ നിന്നെ എടുക്കാം. ഓക്കെ? ഓക്കെ. എത്തിയോ? എത്തുന്നില്ല ചന്തു, ഇനി കുറച്ചുകൂടെ പൊക്ക്. ഇനിയും വേണം. കിട്ടിയോ? ആ, താക്കോല് കിട്ടി. ഉടനെ കിട്ടിയോ? ഹലോ, നോക്കിയത് മതി, ഇറക്ക്. ഇതാണ് നീ നാളെ വലതുകാല് വെച്ച് കയറേണ്ട കൊട്ടാരം. വെൽക്കം. താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട് ചന്തു, ബ്യൂട്ടിഫുൾ.
ഈ വേഷത്തിൽ നീ വളരെ സുന്ദരിയായിരിക്കുന്നു. വിശക്കുന്നു ചന്തു. അയ്യോ, എനിക്ക് പാചകം അറിയില്ല. എനിക്കറിയാലോ. എടീ, ആ മൊന്തയിങ്ങടെ ഒന്ന് കാല് കഴിയണം. കുടിക്കാൻ കുറച്ച് വെള്ളം ഇട്. വിശക്കണ്, ചോറ് വിളമ്പ്. അല്ല, നിങ്ങളിത് എപ്പോഴാ വന്നത്? ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങളോടാ ചോദിച്ചത് എപ്പോഴാ വന്നതെന്ന്. എന്താണ്ട് ഈ അവതാരം? ഇപ്പൊ നീ അകത്തോട്ട് പോയി വീണ്ടും വെളിയിൽ നിന്ന് വരണ? ഞാനാ രാവിലെ കോവിലി പോയി പൂജ കഴിഞ്ഞിട്ട് ഇപ്പഴാ തിരിച്ചു വരുന്നത്, അല്ലേടാ? മുന്തയോ? എന്തോന്നു? കാല് കഴിയാൻ വെള്ളം എടുക്കാൻ മൊന്ത കൊണ്ടുവന്നു, ഷർട്ട് കൊണ്ടുപോയിട്ടു, കുടിക്കാൻ വെള്ളം കൊണ്ടു തന്നു. ഇതൊക്കെ പിന്നെ ആര് ചെയ്തതാ? അയ്യോ അയ്യോ അയ്യോ, ദേ നിന്റെ അച്ഛന് എന്തോ പറ്റിയടാ. പിച്ചും പേയും ഒക്കെ വിളിച്ചു പറയുക. ഇതെന്താണ് അച്ഛാ രാവിലെ ബാധം ചെയ്തതൊന്നുമില്ല, ചുമ്മാ ഇരടാ. പിന്നെ ഇതൊക്കെ ചെയ്തു തന്നെ അദൃശ്യ ശക്തി ആരായിരിക്കും അപ്പ? എന്റെ അമ്മ. അമ്മ അല്ലടാ, മരിച്ചുപോയ എന്റെ അമ്മയുടെ ആത്മാവ് വീട്ടിൽ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുക. അമ്മ മരിച്ചിട്ട് ഇത്രയും കാലമായിട്ടും സ്വന്തം മകനോടുള്ള സ്നേഹം കൊണ്ട് ആരുടെയും കണ്ണിപ്പെടാതെ എന്നെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണല്ലേ. ഒരിക്കലെങ്കിലും എന്റെ കണ്ണുമുമ്പിലൊന്ന് വരണോ അമ്മേ? ഈ പൊന്നുപോലൊന്ന് കണ്ടോട്ടെ. അമ്മ അമ്മ അയ്യോ അയ്യോ, പ്രേതം. പ്രേതമല്ല, പ്രേതമൊന്നുമല്ല, എന്റെ അമ്മ. ഇതെന്താ ഇത്? നേരിട്ട് തന്നെ ഒന്നല്ലോ. നിങ്ങൾ എന്തിനാ അമ്മയെ വിളിച്ചത്? വിളിച്ചതിലേക്ക് വരാൻ പാടുണ്ടോ? ആരാണ് നീ? എത്ര വലിയ ഫ്രണ്ടായാലും കല്യാണം കഴിയാത്ത ഒരു പെണ്ണിനെ ബൈക്കിൽ കയറ്റി നാട് മുഴുവൻ ചുറ്റുന്ന അത്ര ശരിയൊന്നുമല്ല. മര്യാദയ്ക്ക് അവളെ വീട്ടിൽ കൊണ്ടുവിടെ. സോറി അങ്കിൾ, എന്റെ കാര്യം പറഞ്ഞു വെറുതെ ചന്തുവിനെ വഴക്ക് പറയണ്ട. ഞാൻ തന്നെ പോയിക്കോളാം. ഒരു മിനിറ്റ്. എന്താണിത്? പായസം അങ്കിൾ. എന്തിന്? ആദ്യം പായസം കുടിക്കണം. പായസം തന്നെ വശീകരിക്കാന്ന് വിചാരിച്ചാ? അല്ല അങ്കിൾ, ഇന്ന് അങ്കിളും ആന്റി ഹാപ്പി ആയി കഴിയേണ്ട ദിവസാ. ഈ ദിവസം മാത്രമല്ല, എന്നും ഞങ്ങൾ സന്തോഷമായിട്ടാ കഴിയുന്നത്. അതല്ല അങ്കിൾ, ഇന്ന് തീയതി എത്രയാ? ഇന്ന് തീയതി എത്രടാ? ഏപ്രിൽ 2. ഏപ്രിൽ 2. വളരെ നന്നായിട്ട് ആലോചിച്ചു നോക്ക്. നന്നായി അറിയാം. ഏപ്രിൽ 1 എല്ലാരും ഫുള്ളാവും. ഏപ്രിൽ 2 ഇവിടെ കല്യാണം കഴിച്ച ഞാൻ ഫുള്ളായി. അത് ശരി, ഈ ദിവസം നിങ്ങളുടെ കല്യാണ ദിവസം. നിനക്കെങ്ങനെ അറിയാം മോളെ? ഞാനതങ്ങ് മറന്നുപോയി. അല്ല മോളെ, ഞങ്ങളുടെ കല്യാണ ദിവസം നിനക്കെങ്ങനെ അറിയാം? അതാ നിങ്ങളുടെ കല്യാണ ഫോട്ടോ കണ്ടില്ലേ, അതില് തീയതി ഉണ്ടല്ലോ. അയ്യോ, സമ്മതിച്ചിരിക്കുന്നു എന്റെ മോളുടെ ബുദ്ധി. ആ ബുദ്ധി വല്ലതും നിനക്കുണ്ടോ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലമായി, ഇതുവരെ നീ ഓർമ്മിപ്പിച്ചിട്ടുണ്ടോ? എടാ ചന്തു, ഒരു ദിവസമല്ല, എത്ര ദിവസം വേണമെങ്കിലും ഇവളിവിടെ നിന്നോട്ടെ. നീ ഇവിടെ നാട് മുഴുവൻ ചുറ്റി കാണിക്കേ. നിങ്ങളുടെ കല്യാണ ദിവസമല്ലേ, എന്റെ ഒരു ആഗ്രഹം സാധിച്ചോ? എന്താ മോളെ? അങ്കിളും ആന്റിയും പരസ്പരം പായസം കുടിപ്പിക്കണം. ഓഹോ, ഇത്രയല്ലേ ഉള്ളൂ? പിടിക്കടി, നാണിക്കാതെ കുടിപ്പിക്കടി. വണ്ടി ഇവിടെ നിർത്തുന്നു. ഞാൻ തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാടോ? അയ്യോ വേണ്ട ചന്തു, അടുത്തല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. ബൈ. ഓക്കെ, ബൈ. എന്താ മൊഴി? എന്താ മോളെ, എന്തിനാ കരയുന്നേ? മറ്റന്നാൾ എന്റെ ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ഉണ്ടാവില്ല ചന്തു. അതാണോ കാര്യം? എനിക്കൊന്നും പറ്റാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. നീ വെറുതെ വിഷമിക്കാതെ സന്തോഷായിരുന്നാ മതി. മോള് ചെല്ല്. ഓ എടുക്കണ വണ്ടി. റൈറ്റിലേക്ക് തിരിക്ക്. വീട്ടിലേക്കല്ലേ അണ്ണാ? അല്ല, ആദ്യം ചന്തുവിനെ കാരണം കോളേജിലേക്ക് വിട്.
അവളെ സ്കൂളിലേക്ക് വിട്. സ്കൂളിലേക്ക് അച്ഛാ മോളെ അച്ഛാ അച്ഛാ പിടിക്കവിടെ. മോളുണ്ട്, പിടിക്ക്. പിടിക്ക്. ഡേയ്. ഡേയ്. മോളെ. 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 എവിടാവൻ? അച്ഛാ അച്ഛാ മോളെ. മോളെ, നീ വീട്ടിലെങ്ങനെ എത്തി? അങ്കിള് കൊണ്ടുവന്നതാ. ഏതെങ്കിലും വാ അച്ഛാ കാണിക്കാം. കുറച്ച് ബിരിയാണിയും കൂടെ കഴിക്ക് ചന്തു. അത്രയൊന്നും കഴിക്കാൻ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കുറച്ചുകൂടി കഴിക്കും മോനെ. ഏയ്! നീ എന്തിനൂടെ വന്നു? സമയത്തിന് ദൈവത്തെ പോലെ നമ്മുടെ കുഞ്ഞിനെ രക്ഷിച്ചില്ലേ? ഇവനാ? പിന്നെ നീയോ? ചന്തു ഈ മോനില്ലായിരുന്നു നമ്മുടെ കുഞ്ഞിനെ കിട്ടുമായിരുന്നോ? എന്തു പറഞ്ഞു? നമ്മുടെ മീനുമോളെ ഇവൻ രക്ഷിച്ചെന്നോ? പിന്നെ നിന്റെ ആളുകളോ? ഓ, ഒരു വലിയ ഗുണ്ടാസംഘമായിട്ട് നടക്കുന്നു. ഒന്നിനും കൊള്ളാത്ത കുറെ തടിമാണ്ടന്മാര്. നീ പോടാ. നീ കഴിക്കടാ മോനെ, കഴിക്കും മോനെ. അതെ അച്ഛാ. അളിയോ, അളിയൻ ഈ നാട്ടില് നല്ല പേരുണ്ട്, അതുപോലെ തന്നെ ചീത്തപ്പേരുണ്ട്. ചുറ്റും ശത്രുക്കളാണെന്നറിയാലോ, അതുകൊണ്ട് എപ്പോഴും എന്തും സംഭവിക്കാം. സൂക്ഷിക്കണേ. അതുകൊണ്ട് അളിയൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം അളിയനൊരു കുടുംബമുണ്ടേ. എന്തോ ദൈവസഹായം കൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. അതേസമയം താനായിരുന്നെങ്കിലോ? കുടുംബം ശ്രദ്ധിക്കണേ അളിയ. ചുമ്മാ അച്ഛൻ പേടിച്ചേ, അച്ഛൻ പേടിച്ചേ. അമ്മ, അച്ഛൻ പേടിച്ചു. എനിക്ക് നീ തന്നെ ഐഡിയ തന്നടാ. എനിക്ക് മാത്രമല്ല ഫാമിലി ഉള്ളത്. ഡേയ്! ആ ചന്തുവിന്റെ ഫാമിലി എവിടെയെന്ന് കണ്ടുപിടിക്കേ. അവന്റെ മുമ്പിലിട്ട് അവരെയെല്ലാം വെട്ടി നുറുക്കണം. ഡേയ്, വന്ന കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് ചന്തുവിന്റെ അടുത്ത് പോയാൽ മതി. ഡേ ആട്ടോ, കളക്ടർ ഓഫീസിൽ പോകാൻ എത്രയാവും? മീറ്റർ ഇടാം സാർ. എന്തെങ്കിലും കൂടെ തന്നാ ആ, നീ മര്യാദയുള്ളവനാ. കേറാ. അച്ഛാ, അങ്ങോട്ട് നോക്കണം. അന്ന് അനിയന്റെ കൂടെ വീട്ടിൽ വന്നിരുന്നില്ലേ മഹേശ്വരി? അതേടാ, ആ പെണ്ണ് തന്നെ, മഹേശ്വരി. അത് തന്നെ അച്ഛാ, മഹേശ്വരി. ഏയ്, മഹേശ്വരി. മഹേശ്വരി. ഏയ് ആട്ടോ, ആ വണ്ടിയുടെ പുറകെ ഇവിടെ. മഹേശ്വരി. ഛീ, എന്ത് ജന്മമാണോ നിന്റെയൊക്കെ? ഇത്രയും പേര് പോയിട്ടും ആ ചന്തുവിന്റെ ഫാമിലി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വേസ്റ്റ്, വേസ്റ്റഡാ നീയൊക്കെ. മോളെ മഹേശ്വരി, മഹേശ്വരി. മോളെ മഹേശ്വരി, നിക്ക്. എന്താ മോളെ, ഞങ്ങൾ വിളിച്ചിട്ട് മണ്ണി നിർത്താതെ പോയത്?
ഓ അങ്കിൾ നിങ്ങളായിരുന്നോ? സോറി അങ്കിൾ, ഞാൻ കണ്ടില്ല. സാരമില്ല മോളെ, ഇവിടെ വന്നപ്പോ നിന്നെ കാണാൻ കഴിഞ്ഞത് തന്നെ സന്തോഷം. ഓക്കെ അങ്കിൾ, നിങ്ങൾ പോവല്ലേ? അതെന്താ മോളെ, നീ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികളല്ല അച്ഛാ, ഇവർക്ക് ഈ ബഹുമാനം മര്യാദ ഒന്നും കാണില്ല. ഓ മഹേശ്വരി, ആരാ മോളെ അവരൊക്കെ? ഇവര് എന്റെ ക്ലാസ്മേറ്റ്സിന്റെ ഫാദർ സുകുമാരൻ നായർ. അതെ അതെ. പിന്നെ എന്തിനാ അവരെ വെളിയിൽ നിർത്തി സംസാരിക്കുന്നത്? അകത്തോട്ട് കൂട്ടിക്കൊണ്ടു പോകും. ജെന്റിൽമാൻ സംസാരിക്കുന്ന മാതിരി സംസാരിക്കുന്നു. എന്ത് മര്യാദയടാ. നടക്ക. അങ്കിൾ, നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വന്നതായിരിക്കും അല്ലേ? കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് സ്ഥലം വിട്ടോണേ. ഒരു അത്യാവശ്യമില്ല മോളെ, വിശ്രമിച്ച് ഭക്ഷണവും കഴിച്ചിട്ടേ പോന്നോളൂ. ഭക്ഷണവും കഴിച്ചിട്ടേ പോന്നോളൂ. ശരി, വന്നോട്ടെ. ഇറച്ചി വറുത്ത എങ്ങനെ ഉണ്ടായിരുന്നടാ? നല്ല ടേസ്റ്റ് ആയിരുന്നു അച്ഛാ. കൊഞ്ചുകറിയോ? ഗംഭീരം. ഞാൻ 2 പ്രാവശ്യം വാങ്ങിച്ചു കഴിച്ചു. സാർ, എന്ത് പറ്റി? കഴുത്തിലൊരു മുറിവ്? ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റ് ആണെന്ന് കണ്ടാ തോന്നുകയല്ല, ആരോ കത്തി കൊണ്ട് കീറിയത് പോലുണ്ടല്ലോ. സാറേ, നിങ്ങളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് അയാളെ വെറുതെ വിട്ടു. ഞാനോ എന്റെ മക്കളോ ആയിരുന്നെങ്കിൽ അവരെ പീസാക്കി എറിഞ്ഞേനെ. അച്ഛൻ പറഞ്ഞതാ ശരി. അവനോ മാത്രമല്ല, അവന്റെ കുടുംബത്തെ മുഴുവനായി ഞങ്ങൾ വെട്ടി നുറുക്കി തള്ളിയേനെ. സാർ, ഇവിടെ വന്നതുകൊണ്ട് നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് പോയിട്ട് വേറൊരു കാര്യമുണ്ടോ? ഇനി ഒരിക്കൽ സാറ് ഞങ്ങളുടെ വീട്ടിൽ വരണം, ഭക്ഷണവും കഴിക്കണം. ഇതാ മോളെ, അന്ന് നമ്മൾ വീട്ടിലെടുത്ത ഫോട്ടോ. കുറച്ച് പലഹാരമുണ്ട്. അതൊക്കെ ഇപ്പഴെന്തിനാ അങ്കിൾ? വേണ്ട. സാറിന്റെ അനിയത്തി വലിയ നാണക്കാരിയാ. സാറ് ഇതങ്ങോട്ട് പിടിച്ചാട്ടെ സാറേ. ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാം. വാടാ. വാ. അപ്പൊ ഞങ്ങൾ പോട്ടെ. വളരെ ശുദ്ധന്മാരാണെന്ന് തോന്നുന്നു. ചന്തുന്റെ ഫാമിലി അവിടെ ഇല്ല, സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. സിറ്റിയിലൊന്നും അല്ലടാ, എന്റെ വീട്ടിൽ തന്നെ നേരിട്ട് വന്നു. വയറ് നിറയെ ഞണ്ണിയിട്ട് വെറ്റിലേയും പാക്കും ചവച്ചോണ്ട് പോയി അവര്. കണ്ടുപിടിച്ചവരെ തുണ്ടമായി വെട്ട്. ഇന്നലെ അവൻ വന്ന് ഞണ്ണി, ഇന്ന് കുടുംബത്തോടെ വന്ന് ഞണ്ണി. എന്റെ വീടെന്താ അന്നദാന സത്രോ? ഹലോ ചന്തു, ഇവിടെ കുടുംബം കത്തിയെറിയാൻ തുടങ്ങി. കുടുംബം കത്തിരിയാണെങ്കിൽ ഫയർ എഞ്ചിനെ വിളിക്ക്. എന്നെ എന്തിനാ വിളിക്കുന്നേ? അയ്യോ, സീരിയസ് ആയിട്ട് കേൾക്ക്. നിന്റെ അച്ഛനും ചേട്ടന്മാരെ എന്റെ വീട്ടിൽ വന്നിരുന്നു. നല്ല കാര്യം. എപ്പോഴാ വന്നത്? ഏയ് മഹി, എന്താ പറഞ്ഞേ? എന്റെ ചേട്ടന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവരിപ്പോ എവിടെ ഉള്ളു? ആഹാ, പഴയ കാലത്ത് വലിയ തറവാടെന്നും സദ്യന്നും ഒക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടോ? എന്തായിരുന്നു ഭക്ഷണം? എന്തായിരുന്നു പരിചരണം? വളരെ നന്നായിരുന്നു. ഹലോ, അച്ഛൻ ഞാനാ. നീയാ ചന്തു? ഞങ്ങളുടെ ഇവിടെ വന്നു നീ എങ്ങനെ അറിഞ്ഞടാ? അത് ഞാൻ അറിഞ്ഞു. മഹേശ്വരി ഫോൺ ചെയ്തിരുന്നു. എത്ര പറഞ്ഞാലും തീരില്ല. അവളുടെ ചേട്ടൻ ഞങ്ങളെ സൽക്കരിച്ച രീതിയുണ്ടല്ലോ, മരിച്ചാലും ആ മനുഷ്യനെ മറക്കാൻ പറ്റില്ല. മറക്കൊന്നും വേണ്ട, ജീവൻ വേണ്ട. അവിടെ സ്ഥലം വിട്ടോ. എന്താണ്ടാ നീ പറയണത്? അച്ഛനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയേ. ആ നിൽക്കുന്ന ബസ് കയറാം. അതിന്റെ പോ. ഓടി വാ. സൂക്ഷിച്ച്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വേഗം. കേറച്ച. വേഗം. ചേട്ടാ, ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം ശരിയാ. ഓടാ കൊച്ചേട്ടാ. ഞാൻ മോനെ ചന്തു, നീ ആരുടെ കൈ വെട്ടുന്നോ, കാല് വെട്ടുന്നോ, തല വെട്ടുന്നോ അതെനിക്കറിയണ്ട. നീ ആ മഹേഷിനെ കൊണ്ട് വീട്ടിലോട്ട് വന്നാ മതി. അവളില്ല, നീ അങ്ങോട്ട് വരണ്ട. വിജയൻ നിനക്ക് തന്നെ. ജയിച്ചു വാടാ മോനെ, ആൺകുട്ടിയായിട്ട്. രംഗ, ഞാനിവിടെ ഉണ്ട്. വിജയൻ, നമസ്കാരം അണ്ണ. ചന്തു, എന്തിനാടാ ചെറിയുന്നത്? സൂക്ഷിച്ചു നോക്ക്. നിന്റെ എതിരെ ഇരിക്കുന്നത് ഭൈരവനാടാ, ഭൈരവൻ. നിന്റെ നെഞ്ചു പിടയ്ക്കുന്നില്ലേ? ചുറ്റും നോക്കടാ. വേട്ടനായ്ക്കൾ ആയുധങ്ങളുമായി.
നിനക്ക് ഇവിടുന്ന് ഓടിപ്പോണെന്ന് തോന്നുന്നില്ലേ? അവർ ഓരോ വെട്ട് വെട്ടിയ നിന്റെ ശരീരം ചിതറും. നിന്റെ ചുടുചോര പ്രവഹിച്ച് ഇവിടമാകെ രക്തക്കളമായി മാറും. മിണ്ടാത്തെന്താ? എന്തെങ്കിലും പറയടാ. ഓക്കെ അളിയ, എന്തായാലും നീ എന്നെ കൊല്ലാൻ പോവല്ലേ? പക്ഷെ ഈ ചന്തു ചാവുന്നതിന് മുമ്പ് കുറഞ്ഞതൊരു 10 പേരെങ്കിലും കൊല്ലു അളിയ. ആ 10 പേരിൽ ആദ്യം കൊല്ലാൻ പോകുന്നത് നിന്നേടാ. എന്തിനാ നീയൊക്കെ? അവനെ നോക്ക്, ഇത്ര പേരെ കണ്ടിട്ട് പോലും അവനൊരനക്കമില്ല. അവന്റെ കൺപീലി നോക്കിനടാ, അതിലൊരു രോമം പോലും അനങ്ങുന്നില്ല. നിന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇവനെ കൊല്ലാൻ. സബാഷ് സബാഷ്ടാ, നിന്റെ ധൈര്യവും ചങ്കൂറ്റും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നിന്നെ കാണുമ്പോ ഞാൻ എന്നെ കണ്ണാടിയിൽ കാണുന്നത് പോലെ തോന്നുന്നു. ഇതുവരെ ഞാനാണ് ധൈര്യശാലി എന്ന് അഹങ്കരിച്ചു. എനിക്ക് സമമായി എന്നെ എതിർത്തുകൊണ്ട് ഒരു സിംഹക്കുട്ടി എന്റെ മുമ്പിൽ. ഓക്കേടാ, നീ എന്നെ കൊല്ലുന്നില്ല, ഞാൻ നിന്നെയും കൊല്ലുന്നില്ല. പകരം നമ്മൾ രണ്ടുപേരും സിമ്പിളായി തമാശയ്ക്ക് ഒരു ചെറിയ ഗെയിം കളിച്ചു നോക്കിയാലോ? ആ ഗെയിമിൽ ഭാഗ്യത്തിന് നീ ജയിക്കുകയാണെങ്കിൽ എന്റെ അനുജത്തിയെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. അതല്ല, ഞാൻ ജയിച്ചാൽ എന്റെ അനുജത്തിയെ മറന്ന് നീ ഈ നാട് വിട്ടു പോകണം. എന്തു പറയുന്നു? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ പൊന്നളിയ, നമുക്കൊരു കൈ നോക്കാം. എന്റെ പ്രേമ സാഫല്യത്തിനായി നിന്റെ ഒപ്പം ഏത് ഗെയിം കളിക്കാനും ഞാൻ റെഡിയാ. കമോൺ. മരങ്ങൾക്കിടയിലാണ് നമ്മുടെ ഗെയിം. വെരി സിമ്പിൾ. നമ്മൾ രണ്ടാളും കണ്ണുകൾ കെട്ടുന്നു. ഇതെല്ലാം കടന്ന് അതാ ദൂരെ കാണുന്നില്ലേ ചുവന്ന കൊടി? ആരാദ്യം ആ കയറിനപ്പുറം കടക്കുന്നോ അവനാണ് ജയം. എന്താടാ ആലോചിക്കുന്നേ? കോൺവെന്റ് പിള്ളേര് കളിക്കുന്ന ഗെയിം നിന്നെ കൊണ്ട് കളിപ്പിക്കുന്നതാണോ? അങ്ങോട്ട് നോക്ക്. പേടിയാവുന്നടാ. നമുക്കങ്ങ് തുടങ്ങാം. സബാഷ്, തോൽക്കാൻ വേണ്ടി തയ്യാറെടുത്തോ? ഞാൻ തന്നെ ജയിക്കും, ആ ധൈര്യം എനിക്കുണ്ട്.
ഞാൻ തന്നെ. സബാഷ് ഭൈരവ, സബാഷ്. നിന്നെ പോലെ ധൈര്യമുള്ളവൻ, ശക്തിയുള്ളവൻ, ബുദ്ധിയുള്ളവൻ ഈ പ്രപഞ്ചത്തിൽ മറ്റാരുമില്ല. പഴി തീർക്കാനും പക തീർക്കാനും മത്സരിക്കാനും ശിക്ഷിക്കാനും നിനക്ക് നീ തന്നെ ചാലഞ്ച്. നിനക്ക് പേടിയില്ല, സമ്മതിക്കുന്നു. തോറ്റിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും തോറ്റിട്ടില്ല, ഒരു പ്രാവശ്യം പോലും തോറ്റിട്ടില്ല. തോൽവി മാത്രമേ ഭൈരവന് സഹിക്കില്ലടാ, സഹിക്കില്ല. ഈ ഭൈരവനെ തോൽപ്പിച്ചവൻ ആരായാലും ശരി, അവന് ജീവിച്ചിരിക്കാൻ അർഹതയില്ല, അർഹതയില്ല. നോക്കടാ, നോക്ക്, നോക്കടാ, നോക്ക്, നോക്ക്, നോക്ക്. മരണമാണ് നിന്റെ മുമ്പിലുള്ളത്. ഈ മരണത്തെ കണ്ട് മരണഭയം കാണിക്കടാ. അമ്മയച്ഛനും പഠിക്കാൻ അയച്ച നിനക്ക് പ്രേമിക്കണം അല്ലേ? അതും എന്റെ അനിയത്തെ പ്രേമിക്കണം. പ്രേമിച്ചോടാ, പ്രേമിച്ചോ. ജീവൻ പോകും വരെ പ്രേമിച്ചോ. ഇത് ഞാനും അവനും തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ മറ്റാരും തലയിടാൻ വരരുത്. പോ.
പേടിയാ നിനക്കാ പേടിയല്ലടാ നിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അളിയ, മറ്റുള്ളവര് നമ്മളെ കണ്ട് പേടിച്ചോടുന്ന വലിയ വിജയമൊന്നുമല്ല. ബഹുമാനത്തോടെ, ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് വരണം. അതാണ് ഏറ്റവും വലിയ വിജയം.